ഓക്കെ, നമ്മൾ ക്ലാസ് തുടങ്ങുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ അറബിക് ലിറ്ററേച്ചർ എന്ന മൊഡ്യൂളിലെ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ്. അത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പൊ ഒന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വിചാരിക്കുന്നത്. പക്ഷെ വെറും അത് മാത്രം പഠിക്കുക എന്നുള്ളതല്ല. അത് നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നൊരു ഐഡിയ കിട്ടും. ആ ഐഡിയ വെച്ച് വേണം ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ ഒന്ന് പഠിക്കാൻ, മനസ്സിലാക്കാൻ. ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. ആദ്യം ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നമ്മൾ ഉത്തരങ്ങൾ പറയുന്നതിന് മുമ്പ് ഉത്തരങ്ങൾ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. ഒന്ന്, മൻ ഖാമ ബി ഹംലത്തി ഫത്ഹി സിന്ദ് സനത 94 അൽ ഹിജ്രി. ഹിജ്റ 94 സിന്ധ് കീഴടക്കാനുള്ള പോരാട്ടം ആരാണ് നിർവഹിച്ചത്? ആരാണ് ആ പോരാട്ടത്തിന് നേതൃത്വം വഹിച്ചത്? രണ്ടാമത്തത്, ഐന ഉലിദൽ ഇമാം ഷാഹ് വലിയുല്ല ദഹ്ലവി. ഷാഹ് വലിയുല്ല ദഹ്ലവി ഇമാം അവർകൾ എവിടെയാണ് ജനിച്ചത്? മൻ അല്ലഫ ഖസീദത്തുൽ ഹംസിയ വ ഖസീദത്തുൽ ദാലിയ. ഖസീദത്തുൽ ഹംസിയ, ഖസീദത്തുൽ ദാലിയ എന്ന പ്രസിദ്ധമായ പ്രവാചക പ്രകീർത്തന കാവ്യങ്ങൾ രചിച്ചതാരാണ്? മത ഉലിദ അബുൽ ഹസൻ അലി അൽ ഹസനി അൻ നദ്വി. അബുൽ ഹസൻ അലി അൽ ഹസനി അൻ നദ്വി അവർകൾ എപ്പോഴാണ് ജനിച്ചത്? എന്നാണ് ജനിച്ചത്? മൻ ലുഖിബ ബി ഹസാനുൽ ഹിന്ദ്. ഹസാനുൽ ഹിന്ദ് എന്ന സ്ഥാനപ്പേര് ലഭിച്ചത് ആർക്കാണ്? ഹസാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് ചേർത്തി ഇന്ത്യയിലെ ഹസാൻ റളിയല്ലാഹു അൻഹു എന്ന അർത്ഥത്തിൽ ആ സ്ഥാനപ്പേര് ലഭിച്ച കവി ആരാണ്? ഇന്ത്യൻ കവി ആരാണ്? ഐന ഉലിദ ഷിബിലി അൻ നുഅ്മാനി. ഷിബിലി നുഅ്മാനി എന്ന സാഹിത്യകാരൻ, അറബി സാഹിത്യകാരൻ, ഇന്ത്യയിലെ അറബി സാഹിത്യകാരൻ എവിടെയാണ് ജനിച്ചത്? ഇന്ത്യയിൽ എവിടെയാണ് ജനിച്ചത്? ഐന തഖൗ ദാഇറത്തുൽ മആരിഫുൽ ഉസ്മാനിയ. ദാഇറത്തുൽ മആരിഫുൽ ഉസ്മാനിയ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഐന ഉലിദ ഷേഖ് സൈനുദ്ദീൻ ഇബ്നു അലി ഇബ്നു അഹ്മദ് അൽ മഖ്ദൂം അൽ കബീർ. സൈനുദ്ദീൻ മഖ്ദൂം അൽ കബീർ അവർകൾ എവിടെയാണ് ജനിച്ചത്? ഇതിൽ വളരെ സിമ്പിളായുള്ള ചോദ്യങ്ങളും ഉണ്ട്, എന്നാൽ ഒന്ന് പരിശോധിച്ച് നമുക്ക് ഉത്തരം കണ്ടെത്താവുന്ന ചോദ്യങ്ങളും ഉണ്ടായേക്കാം. ഓക്കെ, ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നും ചർച്ച ചെയ്യാം. ആദ്യം വൺ വേർഡിന്റെ അല്ലെങ്കിൽ ഒറ്റ സെന്റൻസിൽ ഉത്തരം പറയേണ്ട ഈ ചോദ്യങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് ഹാഫ് പേജിന്റെ 50 വേർഡ്സിന്റെ ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തത്, മൻ ഖാമ ബി ഹംലത്തി ഫത്ഹി സിന്ദ് സനത 94. ഹിജ്റ 94 ഫത്ഹ് കീഴടക്കിയത് ആരാണ്? ഇതിന്റെ ഉത്തരം കിതാബ് കയ്യിലുള്ളവർക്ക് പേജ് നമ്പർ 12 തുറന്നാൽ 12 അല്ല, സോറി, കിതാബിന്റെ പേജ് കൗണ്ട് 12 ആണെങ്കിലും കിതാബിന്റെ അടിയിൽ വരുന്ന നമ്പർ 4. കിതാബിൽ അടിയിൽ പേജ് നമ്പർ ആയിട്ട് കൊടുത്ത 4ാമത്തെ പേജ്, PDF പേജ് കൗണ്ട് നോക്കി അനുസരിച്ച് അതിൽ 12ാമത്തെ പേജിൽ നമുക്ക് 2ാമത്തെ പാരഗ്രാഫിൽ കാണാം. 3ാമത്തെ പാരഗ്രാഫ്, കേരളവും അറബികളും തമ്മിലുള്ള ആ ബന്ധം, ഇന്ത്യയും അറബികളും തമ്മിലുള്ള ബന്ധം ചർച്ച ചെയ്ത് ആദ്യ സൈനിക പോരാട്ടം നടന്നത് വക്കാന അവ്വലു ഇഹ്തികാകിൻ അസ്കരിയിൻ ബൈനൽ അറബി വൽ ഹിന്ദ്. ഇന്ത്യയുടെയും അറബികൾക്കിടയിലും നടന്ന ആദ്യത്തെ സൈനിക സംഘർഷം ഫി അഹദിൽ ഖലീഫത്തിൽ അമവി ഖലീഫയുടെ കാലഘട്ടത്തിലാണ്. അൽ വലീദ് ബിൻ അബ്ദുൽ മലിക് എന്ന അമവി ഖലീഫയുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യയും അറബികളും തമ്മിൽ ആദ്യത്തെ സൈനിക സംഘർഷം നടക്കുന്നത്. ഇൻദമാ ഖാമ മുഹമ്മദ് ബിൻ ഖാസിം റഹിമഹുല്ലാ നേതൃത്വം കൊടുത്തപ്പോൾ ഹംലത്തൻ ലി ഫത്ഹി സിന്ധ് കീഴടക്കാനുള്ള പോരാട്ടത്തിന് സനത 94 അൽ ഹിജ്രി, ഹിജ്റ 94 അഥവാ ക്രിസ്താബ്ദം 711. പേജ് നമ്പർ 4, ടെക്സ്റ്റ് ബുക്കിന്റെ പേജ് നമ്പർ 4 കാണാം. അത് നോട്ട്സ് ആക്കി അയച്ചു തരാനുള്ളതാണിത്. ഖാമ മുഹമ്മദ് ബിൻ ഖാസിം അസ്സഖഫി ബിഹംലത്തി ഫത്ഹി സിന്ദ് സനത 94 അൽ ഹിജ്രി
711 ഏത് കാലഘട്ടത്തിലാന്ന് ഓർത്തു നോക്കണം. ഫി അഹദിൽ ഖലീഫത്തിൽ അമവി ഖലീഫയുടെ ഭരണകാലത്ത് അൽ വലീദ് ബിൻ അബ്ദുൽ മലിക്. അപ്പൊ അമവി ഭരണാധികാരി ഖലീഫയായിരുന്ന വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ കാലഘട്ടത്തിലാണ് മുഹമ്മദ് ബിൻ ഖാസിം അസ്സഖഫി റഹിമുള്ള സിന്ധ് കീഴടക്കാൻ വേണ്ടി പോരാട്ടം നടത്തുന്നത്. വക്കാന ഹദാലിക ബിദായത്തൽ വുജൂദിൽ ഇസ്ലാമി ഫി ഷിമാലി ഗർബിൽ ഹിന്ദ്. ഇന്ത്യയുടെ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇസ്ലാമിന്റെ തുടക്കം ഇതോടുകൂടെയാണ് ഉണ്ടായത്. ഇസ്ലാം ആവിർഭവിക്കാൻ തുടങ്ങിയത് ഈ ഒരു പോരാട്ടത്തിലൂടെയാണ്. ഈ കിതാബുള്ളവർ അടയാളപ്പെടുത്തി വെക്കുക, അല്ലെങ്കിൽ കിതാബില്ലാത്തവർ ഒരു നോട്ടിൽ ഇതിന്റെ പേജ് നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. 4-ാം നമ്പർ പേജിലാണ് ഇതിന്റെ ഉത്തരമുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം. ഐന വുലിദ അൽ ഇമാം ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി. ഷാഹ് വലിയുല്ലാഹ് ദഹ്ലവി എവിടെയാണ് ജനിച്ചത്? അത് നമുക്ക് എന്താ പറയാ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം ആ പേരിൽ തന്നെ ഉണ്ട്. ഇതിന്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ദഹ്ലവി എന്നുള്ള പേര് വന്നത് ഡൽഹിയിലേക്ക് നിസ്ബ ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഡൽഹിയിലാണ് ജനിച്ചത്. ഡൽഹിയിൽ എവിടെയാണ്? ഡൽഹിയിൽ ഒരു പാരമ്പര്യ പണ്ഡിത കുടുംബത്തിലാണ് ഷാഹ് വലിയുല്ലാഹ് ദഹ്ലവി അവർകൾ ഹിജറ 1114 ജനിക്കുന്നത്. വുലിദൽ ഇമാം ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി. പേജ് നമ്പർ, ഇതിന്റെ തരം പേജ് നമ്പർ PDF-ന്റെ അനുസരിച്ച് പേജ് നമ്പർ 23 കാണാം. പേജ് നമ്പർ 23. കിതാബിലുള്ള പേജ് നമ്പർ നോക്കുകയാണെങ്കിൽ 15. പേജ് നമ്പർ 15-ാമത്തെ പേജ് തുറന്നാൽ കാണാം ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി അവർകൾ. വുലിദൽ ഇമാം ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി സനത 1114 അൽ ഹിജ്രി. ഹിജറ 1114 ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി അവർകൾ ജനിക്കുന്നത്. ഫി ഉസ്റത്തിൻ ഇൽമിയത്തിൻ അരീഖ ഖുർബ മദീനത്തി ഡൽഹി ഫിൽ ഹിന്ദ്. ഇന്ത്യയിലെ ഡൽഹി സിറ്റിക്ക് അടുത്തുള്ള ഒരു പാരമ്പര്യ പണ്ഡിത കുടുംബത്തിലാണ് ജനിച്ചത്, ഇമാം അവർകൾ ജനിച്ചത്. വനശ ഫി ബിഅത്തി സ്വാലിഹത്തിൻ തഹഫുഹ അജ്വാഉൽ ഇൽമി വതഖ്വ. തഖ്വയും ഇൽമും പരന്നു കിടക്കുന്ന ആ അന്തരീക്ഷത്തിൽ, മൂടി നിൽക്കുന്ന അന്തരീക്ഷത്തിലാണ്, ആ സ്വാലിഹായ അന്തരീക്ഷത്തിലാണ് ആ ഒരു പരിസ്ഥിതിയിലാണ് മഹാനവറുകൾ വളർന്നത്. ഓക്കെ, വനശാഫി ബിഅത്തിൻ ഉരിഫത്ത് ബിൽ ഇൽമി വത്തഖ്വ. അങ്ങനെയാണ് സ്ക്രീനിലുള്ളത്. ഞാൻ ടെക്സ്റ്റ് ബുക്കാണ് നേരത്തെ വായിച്ചത്. വനശാഫി ബിഅത്തിൻ ഉരിഫത്ത് ബിൽ ഇൽമി വത്തഖ്വ. ഇൽമിനും തഖ്വക്കും അറിയപ്പെട്ട ആ പരിസ്ഥിതിയിലാണ് ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി അവർകൾ വളർന്നത്. അപ്പോ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ഇത്ര സിമ്പിളായി പറയാൻ പറ്റുമെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് ഇമാമവർകൾ മറ്റുള്ള പ്രസിദ്ധ സാഹിത്യകാരന്മാരെ കുറിച്ചും ഒക്കെ ഇതേപോലെ ഒന്ന് ഒരു നോട്ടാക്കി എഴുതിയാൽ നന്നായിരിക്കും. അവരുടെ ജനന വർഷവും ജനന സ്ഥലവും ഒക്കെ നമുക്ക് ആണെങ്കിൽ ഇപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, സമയമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്. അല്ലെങ്കിൽ വലിയ പ്രയാസമൊന്നുമില്ല. ഒരു നോട്ട് എടുക്കുക, ഓരോരുത്തരുടെ പേര് എഴുതുക, നേരെ അവര് ജനിച്ച സ്ഥലം എഴുതുക, പിന്നെ ജനിച്ച വർഷം എഴുതാം. വളരെ സിമ്പിളാണ്. അപ്പോ ഇനി ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി അവർകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരെ കുറിച്ച് ചോദിക്കാൻ മനസ്സിലാക്കേണ്ട വേറൊരു പോയിന്റുകളാണ് നമ്മൾ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലാണ് മഹാനവറുകൾ ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഉപ്പ, അദ്ദേഹത്തിന്റെ പ്രപിതാക്കന്മാര് ഇന്ത്യയിലേക്ക് വന്ന് കുടിയേറിയവരാണ്. ഏകദേശം ആദ്യ നൂറ്റാണ്ടിൽ ഇസ്ലാം സിന്ധ് കീഴടക്കിയ ആ പോരാട്ടത്തിന്റെ വർഷം, ആ നൂറ്റാണ്ടിൽ തന്നെ ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്ത പണ്ഡിത വേരുകളാണ് മഹാനവറുകളുടെ. കുടുംബത്തിന്റെ വേരുകൾ അങ്ങോട്ടാണ് എത്തുന്നത്. പിന്നെ ഉപ്പന്റെ പേര് ഷേഖ് അബ്ദുറഹീം ദഹ്ലവി. അവരുടെ അടുത്തു നിന്നാണ് പാണ്ഡിത്യം ആദ്യമായിട്ട് നുകരുന്നത്. പിന്നെ ഉമ്മയും പണ്ഡിത വനിതയായിരുന്നു. ഏകദേശം 18-ാം നൂറ്റാണ്ടിൽ തന്നെ മുദരിസായി സേവനം തുടങ്ങി. പിന്നെ ഹിജാസിലേക്കും ഒക്കെ പോയി അവിടെ മക്കയിലും മദീനയിലും ഒക്കെ താമസിച്ച് വലിയ പണ്ഡിതന്മാരുടെ അടുത്ത് നിന്ന് അറിവ് നുകർന്നു. പിന്നെ നമ്മൾ പറഞ്ഞിരുന്ന ജമാ ബൈന ദിറായത്തി വ റിവായ, ദിറായത്തിന്റെയും റിവായത്തിന്റെയും ഇടയിൽ ഒരുമിച്ച് കൂട്ടി, അഥവാ ഹദീസുകളും മറ്റുമൊക്കെ നക്കല് ചെയ്യുക,
എങ്ങനെയാണോ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അത് റിപ്പോർട്ട് ചെയ്ത് തരിക. പണ്ഡിതന്മാരുടെ ഒക്കെ നക്കലുകളും അവരുടെ കൗലുകളും ഒക്കെ റിപ്പോർട്ട് ചെയ്ത് ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടുത്തുന്നതോടൊപ്പം പുതുതായിട്ട് പല മസലകളും വിഷയങ്ങളും കണ്ടെത്തിക്കാണ്ട് ഗ്രന്ഥരചന നടത്തി. ഈ രണ്ട് വിഷയങ്ങളും മഹാനവറുകളിൽ ഉണ്ടായിരുന്നു. അതാണ് ജമാ ബൈന ദിറായത്തി വരിവായ. പിന്നെ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി അവറുകളെ കുറിച്ച് പറയുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റാണ് മഹാനവറുകളുടെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ. ഷറഇന്റെ ഹിക്മത്തുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന പ്രസിദ്ധമായ അറിയപ്പെട്ട ഗ്രന്ഥമാണ്, മാസ്റ്റർ പീസ് ആണ്. ആ വിഷയത്തിൽ ആദ്യമായി രചന തുടങ്ങിയ ഇന്ത്യക്കാരൻ എന്നുള്ള ഖ്യാതി ഒക്കെ മഹാനവറുകൾക്കാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പേർഷ്യൻ ഭാഷയിലുള്ള ഖുർആൻ പരിഭാഷ, ഫത്തുഹുർ റഹ്മാൻ എന്ന പേരുള്ള ഖുർആൻ പരിഭാഷ, അതും അതനുസരിച്ച് അതിൽ നിന്നാണ് പിന്നീട് അതിന് ശേഷമുള്ള ആളുകൾ ഈ പേർഷ്യൻ ഭാഷയിൽ നിന്ന് അവരുടെ ഓരോ പ്രാദേശിക ഭാഷയിലേക്ക് പലരും എന്ത് ചെയ്തിട്ടുണ്ട്, ഖുർആനെ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ തുടക്കം കുറിച്ച പേർഷ്യൻ ഭാഷയിലുള്ള ട്രാൻസ്ലേഷൻ രചിച്ച മഹാനവർ കൂടിയാണ് ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി. പിന്നെ മറ്റും ഒരുപാട് കിതാബുകളുണ്ട്. അൽ ഫൗസുൽ കബീർ ഫി ഉസൂലി തഫ്സീർ നവാദിർ. ഇതിൽ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്നുള്ള പേര് ഒരിക്കലും മറക്കാൻ പാടില്ല. അത് ഉസൂലുദ്ദീൻ ഫൽസഫത്തി ശരിഅ എന്നുള്ള കാറ്റഗറിയിലാണ് വരിക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, മൻ അല്ലഫ ഖസീദത്തുൽ ഹംസിയ്യ വ ഖസീദത്തുൽ ദാലിയ. ഖസീദത്തുൽ ഹംസിയയും ഖസീദത്തുൽ ദാലിയയും ആരാണ് രചിച്ചത്? ഉത്തരം, അല്ലഫൽ അല്ലാമ ഫളുൽ ഹഖൽ ഖൈറാബാദി ഖസീദത്തൈൽ ഹംസിയ്യ വ ദാലിയ. ഹംസിയ ദാലിയ എന്നീ രണ്ട് ഖസീദകളും രചിച്ചത് ഫളുൽ ഹഖൽ ഖൈറാബാദി അവർകളാണ്. എപ്പോഴാണെന്നറിയോ? അദ്ദേഹത്തിനെ ബ്രിട്ടീഷുകാർ നാട് കടത്തി, അന്തമാനിലേക്ക് നാട് കടത്തിയിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ബ്രിട്ടീഷ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ സജീവമായി പങ്കെടുത്ത മഹാനായിരുന്നു. അപ്പൊ അതിൽ പിടിക്കപ്പെട്ട് അദ്ദേഹത്തെ അന്തമാനിലേക്ക് നാട് കടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഹംസിയ ദാലിയ. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, നബീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്തുകൊണ്ടുള്ള കവിതകളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഈ രണ്ടെണ്ണം അതിൽപ്പെട്ടതല്ല. സോറി, ഞാൻ ആ ചോദ്യം വായിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു തോന്നുന്നു. ഈ രണ്ട് കവിതകളിലും പ്രധാനമായിട്ടും അദ്ദേഹം അൻ മുആനാതിഹി വ അലമിഹി മിനൽ ഇസ്തിമാരിൽ ബരീതാനി, ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിൽ അദ്ദേഹം നേരിട്ട വേദനയും പ്രയാസങ്ങളും ഒക്കെയാണ് ഇതിൽ വിവരിച്ചിട്ടുള്ളത് ഈ രണ്ട് ലേഖനങ്ങളിലും. ഇതിനുത്തരം പേജ് നമ്പർ 27 നമുക്ക് കാണാം. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ നോക്കുകയാണെങ്കിൽ 19ാമത്തെ പേജ്, ടെക്സ്റ്റ് ബുക്കിന്റെ പേജ് നമ്പർ അനുസരിച്ച് 19ാമത്തെ പേജിൽ കാണാം. അടിയിൽ ഇസ്ഹാമാത്തു ഷിഅരിയ്യ വ ഖസായിസുൽ ഉസ്ലൂബിയ്യ, അദ്ദേഹത്തിന്റെ കാവ്യ സംഭാവനകൾ, പിന്നെ അദ്ദേഹത്തിന്റെ ശൈലി. അതിൽ പറയുന്നുണ്ട്, അദ്ദേഹം തറക്ക ദീവാൻ യദുമു അക്സർ മിൻ 40,000 ബൈത്തിൻ, 4000-ലധികം ബൈത്തുകളുള്ള ഒരു ദീവാനുണ്ട് അദ്ദേഹത്തിന്. അത് ഫി മദിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദിഹിലായിട്ട്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഖസായിദി ഷഹീറ അൽ ഹംസിയ വദ്ദാലിയ, ഇത് രണ്ടും അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കവിതകളാണ്. നല്ലമഹ ഫി ജസീറത്തി അന്തമാൻ, അന്തമാൻ ദ്വീപിലാണ്, അന്തമാൻ ദ്വീപിൽ വെച്ച്. ഹൈബത്തി അമലിഹി മിൻ വുഊദിൽ ഇൻജിലീസ്, ബ്രിട്ടീഷുകാരുടെ നിരർത്ഥകമായിട്ടുള്ള കൊള്ള വാഗ്ദാനങ്ങളിൽ കൊള്ള വാഗ്ദാനങ്ങളിലുള്ള നിരാശയും അവരുള്ള പ്രതീക്ഷയിൽ നിന്നൊക്കെ നിരാശ നേരിട്ടപ്പോ അത് വിവരിച്ച് എഴുതിയിട്ടുള്ള കവിതയാണത്. അതേപോലെ ഫിൽ മൻഫ, അദ്ദേഹം നാട് കടത്തപ്പെട്ട അന്തമാനിൽ അദ്ദേഹം നേരിട്ട പ്രയാസങ്ങൾ, ഇതൊക്കെ. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള സംഭാവനകൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. പ്രത്യേകം ഓരോ ഫന്നിലുമുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. മറ്റൊരു ചോദ്യത്തിൽ ആ ഉത്തരങ്ങൾ പറയാനുള്ളത് കൊണ്ട് നമുക്ക് തൽക്കാലം ഇവിടെ അത് വിശദീകരിക്കാതെ പോവാം. അദ്ദേഹത്തിന്റെ ജീവചരിത്രം, അദ്ദേഹം നേരത്തെ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി അവറുകളെ കുറിച്ച് പറഞ്ഞതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലാണ് വരുന്നത്. ഹൈറാബാദ് എന്നുള്ള നാട്ടിലാണ് ജനിച്ചത്. അദ്ദേഹം ഹിജ്റ വർഷം 1212 ജനിക്കുന്നത്, ക്രിസ്തു വർഷം 1797. അപ്പോ അതുപോലെ അദ്ദേഹം ഒരുപാട് പണ്ഡിതന്മാരുടെ അടുത്തു നിന്നും പാണ്ഡിത്യം സ്വീകരിച്ചു. അദ്ദേഹം 19ാമത്തെ വയസ്സിൽ തന്നെ ഒരു കോർട്ടിൽ ഉദ്യോഗസ്ഥനായിട്ട് നിയമിക്കപ്പെട്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും അദ്ദേഹം പല സാഹിത്യ, വിജ്ഞാന
തസ്തികകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്, ഏറ്റെടുത്ത് നിർവഹിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ 1816 അദ്ദേഹം വിമർശന കാവ്യങ്ങൾ, ബ്രിട്ടീഷുകാരെ എതിർത്തുകൊണ്ടുള്ള കവിതകൾ രചിച്ചിരുന്നു. അതിന്റെ ഒരു മൂർധന്യാവസ്ഥയിലെത്തിയത് 1857 ബ്രിട്ടീഷ് വിരുദ്ധ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു. ആ പങ്കെടുത്തപ്പോ അത് പരാജയപ്പെടുകയും ചെയ്തപ്പോ അദ്ദേഹത്തിന് എന്ത് ചെയ്തു, ഹിജറ വർഷം 1278 സഫർ 12 അന്തമാനിലേക്ക് നാടുകടത്തി. അവിടെ വെച്ച് ഒരു വർഷവും 10 മാസവും കഴിഞ്ഞതിന് ശേഷം, ബ്രിട്ടീഷുകാർ 1857 നാട് കടത്തി. ഈ 1857 സ്വാതന്ത്ര്യ സമരം, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് നാട് കടത്തി. അതിനുശേഷം 1861 അഥവാ നാട് കടത്തി ഒരു വർഷവും 10 മാസവും കഴിഞ്ഞതിന് ശേഷം 1861 ഓഗസ്റ്റ് 20 അദ്ദേഹം അവിടെ വഫാത്തായി. ഓക്കെ, അടുത്ത ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്ന അടുത്ത ചോദ്യം, മത്താ വുലിദ അബുൽ ഹസൻ അലി അൽ ഹസനി അൻ-നദവി. അബുൽ ഹസൻ അലി അൽ ഹസനി അൻ-നദവി അവർകൾ എപ്പോഴാണ് ജനിച്ചത്? അതിന്റെ ഉത്തരം ടെക്സ്റ്റ് 30-ാമത്തെ പേജിൽ, PDF നോക്കുകയാണെങ്കിൽ 30-ാമത്തെ പേജിലും, അല്ലാത്ത ടെക്സ്റ്റ് ബുക്കിന്റെ അടിയിലുള്ള പേജ് നമ്പർ നോക്കുകയാണെങ്കിൽ 22-ാമത്തെ പേജിലാണ് ഇതിന്റെ ഉത്തരം ഉണ്ടാവുക. പേജ് നമ്പർ 22. വുലിദ അബുൽ ഹസൻ അലി നദവി സനത്ത 1333 അൽ ഹിജിരി, ഹിജറ 1333. മനസ്സിലാക്കാൻ നല്ല സുഖമാണ്. 1333. പിന്നെ ക്രിസ്തു വർഷം 1914, അത് ഓർത്തു വെക്കാൻ നല്ല സുഖമാണ്. 1-ാം ലോക മഹായുദ്ധം നടന്ന വർഷമാണ്. അപ്പോ ഏത് നാട്ടിലാണ് ജനിച്ചത് അതും പഠിച്ചു വെക്കുക. ഫിയ ഖറിയത്തി തെക്കിയ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ, മദീരിയത്തി റായ്ബറേലി മണ്ഡലത്തിലെ ജില്ലയിലെ തെക്കിയ ഗ്രാമത്തിലാണ് ജനിച്ചത്. ഫി വിലായത്തി ഉത്തർപ്രദേശ് ബിൽ ഹിന്ദി, ഇന്ത്യയിലെ ഉത്തർപ്രദേശ് സംസ്ഥാനത്തിൽ റായ്ബറേലി ജില്ലയിലെ തെക്കിയ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് മഹാനവർകൾ ജനിച്ചത്. അദ്ദേഹത്തിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹത്തിന്റെ ഉപ്പയും പ്രസിദ്ധരാണ്. ഉപ്പയെ കുറിച്ചും പഠിക്കാനുണ്ട്, അബ്ദുൽ ഹയ്യൽ ഹസനി അവർകളെ കുറിച്ച്. അദ്ദേഹത്തിന്റെ പരമ്പര ഷാ വലിയുല്ലാഹി ദഹ്ലവി അവർകൾ തങ്ങളാണ്, തങ്ങൾ കുടുംബത്തിൽ വരുന്നവരാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിലേക്കാണ് അദ്ദേഹം ചെന്നെത്തുന്നത്. അതുകൊണ്ട് തന്നെ അലവിയാണ്, അലവി. ഉപ്പ അബ്ദുൽ ഹയ്യൽ ഹസനി പ്രസിദ്ധ ഗ്രന്ഥകാരനാണ്. അദ്ദേഹത്തിന്റെ ഒരു വിജ്ഞാനകോശം ആണ് നുസ്ഹത്തുൽ ഖവാത്തിർ. ആരുടെ? ഉപ്പന്റെ നുസ്ഹത്തുൽ ഖവാത്തിർ. അൽ ഇഅ്ലാം ബിമൻ ഫി താരീഖ് മിനൽ അഅ്ലാം എന്ന് പിന്നീട് നാമകരണം ചെയ്യപ്പെട്ട നുസ്ഹത്തുൽ ഖവാത്തിർ ഉപ്പ അബ്ദുൽ ഹയ്യൽ ഹസനി അവരുടെ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥമാണ്. അദ്ദേഹത്തിന്റെ ഉമ്മ ഖുർആൻ മനഃപ്പാഠമാക്കിയവരായിരുന്നു. സാഹിത്യത്തിലും ഒക്കെ പ്രത്യേകം മലക്കുണ്ടവരായിരുന്നു. മകനെ തർബിയത്ത് ചെയ്തു കൊണ്ടുവന്നതിൽ ഉമ്മയുടെ പങ്ക് വളരെ വലുതായിരുന്നു എന്നൊക്കെ കാണാം. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കിൽ ഒരു പാഠഭാഗം ഉണ്ടല്ലോ, അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ് എന്ന അദ്ദേഹത്തിന്റെ കിതാബിൽ നിന്ന് എടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം. ഏതാണെന്നറിയോ? എന്റെ ക്ലാസ് നമ്മൾ കഴിഞ്ഞിരുന്നു. ആ ടെക്സ്റ്റ് അദ്ദേഹത്തിന്റെ ആ ബുക്കിലെ അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ് എന്ന് പറഞ്ഞ ബുക്കിലെ ഒരു ഹെഡിങ് നമ്മളെ 4-ാമത്തെ ബ്ലോക്കിൽ നെസ് ടെക്സ്റ്റ് പഠിക്കാനുള്ള സമയത്ത് നമ്മളെ പഠിച്ചിരുന്നു. തുറാസുൽ ഉലമാഇൽ മുസ്ലിമീനൽ ഇൽമി ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ വിജ്ഞാന മുസ്ലിങ്ങളുടെ പാരമ്പര്യം, പൈതൃകം. അതേപോലെ അറബി ഭാഷയുമായിട്ടുള്ള അവരുടെ ശ്രദ്ധയും അറബി ഭാഷയോട് അവർ കാണിച്ച പ്രതിബദ്ധതയും ഇതൊക്കെ ചർച്ച ചെയ്യുന്ന യൂണിറ്റ് ബ്ലോക്ക് 4-ലെ 1-ാമത്തെ യൂണിറ്റിൽ അബുൽ ഹസൻ അലി നദവി സാഹിബിന്റെ ബുക്കിൽ നിന്നുള്ള ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, മൻ ലുഖിബ ബി ഹസാനിൽ ഹിന്ദ്.
ഹസാനുൽ ഹിന്ദ് എന്ന സ്ഥാനപ്പേര് ലഭിച്ചതാണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരു പക്ഷേ നിങ്ങളതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഇതിന് ഉത്തരങ്ങൾ പറയും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഇപ്പൊ ചോദിക്കുന്നത്. ഹസാനുൽ ഹിന്ദ് എന്ന സ്ഥാനപ്പേര് ലഭിച്ചത് ആരെയാണ് നമ്മൾ പഠിച്ചത്? ഓക്കെ, ഞാൻ പറയാം. പേജ് നമ്പർ 26, ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 26 എടുത്ത് നോക്കിയാൽ ഗുലാം അലി ആസാദ് അൽ ബൽഗ്രാമി കാണാം. ഗുലാം അലി ആസാദ് അൽ ബൽഗ്രാമി ഹിജറ 1116 സഫർ 25 ഞായറാഴ്ച ബിമദീരിയത്തി ബൽദത്തി ബൽഗ്രാം നാട്ടിൽ ജനിച്ചു. ഹർദോയി ഇന്ത്യയുടെ ഷിമാലിലുള്ള വടക്ക് ഭാഗത്തിലുള്ള ഹർദോയി എന്ന് പറഞ്ഞ പ്രദേശത്ത് മണ്ഡലത്തിൽ പ്രൊവിൻസിൽ ബൽഗ്രാം നാട്ടിലാണ് ജനിച്ചത്. ഡേറ്റ് 1116 ഹിജറ വർഷം. ക്രിസ്തുവർഷം 1704 ജൂൺ 30. ലുഖിബ ഗുലാം അലി ആസാദ് അൽ ബൽഗ്രാമി ബി ഹസാനുൽ ഹിന്ദ്. അദ്ദേഹത്തിനാണ് ഹസാനുൽ ഹിന്ദ് എന്നുള്ള പേര് വെച്ചത്. അദ്ദേഹത്തിന്റെ പരമ്പര ചെന്നെത്തുന്നതും അലി റളിയല്ലാഹു അൻഹുവിലേക്കാണ്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്ക്. അദ്ദേഹത്തിന്റെ ആ കവിതയുടെ ഭംഗിയും അതിന്റെ സിംപ്ലിസിറ്റി, വളരെ സിമ്പിൾ ആയിട്ടുള്ള കടുകട്ടിയുള്ള വാക്പ്രയോഗങ്ങളൊന്നും ഇല്ലാത്ത ഒരു ശൈലി ആയതുകൊണ്ടും ഒക്കെയാണ് ഹസാനുൽ ഹിന്ദ് എന്നുള്ള സ്ഥാനപ്പേര് അവർക്ക് കിട്ടിയത്. പിന്നെ അദ്ദേഹം ഹിജറ 1150 ഹിജാസിലേക്ക് ഹജ്ജ് ചെയ്യാൻ പോവുകയും പിന്നെ അവിടെ വെച്ച് അവിടെയുള്ള പണ്ഡിതന്മാർക്ക് ഹദീസൊക്കെ ഓതി കൊടുക്കുകയും ഷിഹാബുസിത്തയിൽ നിന്ന് ഷിഹാബുസിത്തക്ക് ഇജാസത്ത് അത് ഓതി കൊടുക്കാനും ഒക്കെയുള്ള ഇജാസത്ത് വാങ്ങുകയും ഒക്കെ ചെയ്തു. ഷേഖ് അബ്ദുൽ വഹാബ് തൻതാവിയുമായിട്ട് അവിടെ അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. റൗലയിൽ വെച്ച് ഖസീദകൾ രചിക്കുകയും പാടുകയും ഒക്കെ ചെയ്തു. പിന്നെ സുബഹത്തുൽ മർജാൻ ഫി ആസാരിൽ ഹിന്ദുസ്ഥാൻ എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. സുബഹത്തുൽ മർജാൻ ഫി ആസാരിൽ ഹിന്ദുസ്ഥാൻ, ഷമാമത്തുൽ അൻബർ, ലോഉദ്ദറാരി ഷർഹി സഹീഹുൽ ബുഖാരി അതൊക്കെ അദ്ദേഹത്തിൻ്റെതാണ്. അസബത്തു സയ്യാറ അത് അദ്ദേഹത്തിന്റെ ദീവാനാണ്, ബൈത്തുകളുടെ സമാഹാരമാണ്. അദ്ദേഹത്തിന്റെ 7 ബൈത്തുകളുടെ ദീവാനുകളുടെ കളക്ഷനാണ് സബത്തു സയ്യാറ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കവിതയുടെ വിഷയത്തിൽ പ്രസിദ്ധരാണ്. മറ്റുള്ള വിഷയങ്ങളും ഉണ്ട് അതിന് പുറമെ, കവിത മാത്രമൊന്നല്ല, എല്ലാത്തതും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പിന്നെ അടുത്തൊരു ചോദ്യം, ഐന ഉലിദ ഷിബിലി അൻ-നുഅ്മാനി. ഷിബിലി നുഅ്മാനി അവർ എവിടെയാണ് ജനിച്ചത്? അറിയോ? ടെക്സ്റ്റ് ബുക്ക് കയ്യിലുള്ളവർക്ക് നോക്കി പറയാനുള്ള സമയം ഉണ്ടാവും, പക്ഷെ പേജ് നമ്പർ അറിയണല്ലോ അല്ലെ? ഓക്കെ, പേജ് നമ്പർ 38 കാണാം എവിടെയാണ് ജനിച്ചത്. വുലിദ ഷിബിലി അൻ-നുഅ്മാനി ഫി ബൽദത്തി ബന്ദൂൽ എന്ന് പറഞ്ഞ നാട്ടിലാണ് ജനിച്ചത്. അത്താബിയത്തിൽ മുദീരിയത്തി ആലംഗർ ഗറ അറബിയിൽ അങ്ങനെ ഇതെങ്കിലും നമ്മളിപ്പോ അലിഗഡ് എന്നൊക്കെ എഴുതില്ലേ, അത് അറബിയിൽ എഴുതുമ്പം അലി ഗറ എന്ന് എഴുതുക. അലിഗഡ് ഇംഗ്ലീഷിലും ഹിന്ദിക്കൊക്കെ മാറ്റുമ്പോ പിന്നെ അലിഗഡ് ആയി മാറുന്നതാണ്. ഇപ്പൊ ആസംഗർ എന്നൊക്കെ അറിയപ്പെടുന്ന മുദീരിയത്ത് ജില്ലയിലെ ബന്ദൂൽ എന്ന് പറഞ്ഞ നാട്ടിലാണ് എന്ത് ചെയ്തത്, അദ്ദേഹം ജനിച്ചത്. ബന്ദൂൽ ഉത്തർപ്രദേശ് സംസ്ഥാനത്ത്, ഉത്തർപ്രദേശിലെ ആലംഗറിലെ ബന്ദൂൾ, അവിടെയാണ് ഷിബിലി നുഅ്മാനി അവർ ജനിച്ചത്. അവരെ കുറിച്ചും എന്നാണ് ജനിച്ചത്? 1858 അഥവാ ഒന്നാം ശിപ്പായിലാള കഴിഞ്ഞ പിറ്റേ വർഷം അന്നാണ് ഷിബിലി അൻ-നുഅ്മാനി അവർ ജനിക്കുന്നത്. എല്ലാ മേഖലകളിലും ഹദീസ് എന്നല്ല, താരീഖ് എന്നല്ല, സാഹിത്യം എന്നല്ല,
ഇസ്ലാമിക പ്രബോധനം എന്നല്ല എല്ലാ മേഖലകളിലും മുൻപന്തിയിലുണ്ടായിരുന്ന തിളങ്ങി നിന്ന വ്യക്തിത്വമാണ്. ചെറുപ്പം മുതലേ, കുട്ടിക്കാലം മുതലേ ഉപ്പയും ഹബീബില്ല, അഷേഖ് ഹബീബുള്ള എന്നവരായിരുന്നു ഉപ്പ. അദ്ദേഹം അറിയപ്പെട്ട ഒരു പണ്ഡിതനായിരുന്നു. ആത്മീയവും പാണ്ഡിത്യപരമായിട്ടുള്ള ശിക്ഷണത്തിൽ അദ്ദേഹത്തിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുണ്ട്. പിന്നെ പല നാടുകളിലുള്ള വിജ്ഞാന കേന്ദ്രങ്ങളിലേക്ക് അറിവ് നുകരാൻ വേണ്ടി പോയി. ലാഹോർ, ഡൽഹി, റാംപൂർ, സഹാറൻപൂർ, അവിടെ നിന്നൊക്കെ പേർഷ്യൻ ഭാഷ, ഫിഖ്, ഹദീസ്, മന്തിഖ്, ഫൽസഫ പഠിച്ചിട്ടുണ്ട്. മക്കയിലും മദീനയിലും പോയി അവിടുന്നും പഠിച്ചിട്ടുണ്ട്. പണ്ടത്തെ പണ്ഡിതന്മാരുടെ പൊതുവുള്ള രീതിയാണ് ഹജ്ജിന് കർമ്മം ചെയ്യാൻ വേണ്ടി പോവുക, എന്നിട്ട് അവിടെ നിന്നും ആരുടെ മഹാന്മാരായ വലിയ ഉസ്താദന്മാരും പണ്ഡിതന്മാരൊക്കെ ആരൊക്കെയാണോ അവിടെ ഉള്ളത്, ഹറമുകളിലുള്ളത്, അവിടുന്ന് ഇൽമു പകരാന്നുള്ളത്. അങ്ങനെ പഠിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് ഷിബിലി ന്യൂമാൻ അവർകൾ. 1300-ലാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് ഉണ്ടാക്കിയത്. അല്ല, ഹിജറ 1300 അദ്ദേഹം എന്ത് ചെയ്തു? ജാമിയ അലിഗഡിൽ ചേർന്നു. സർ സയ്യിദ് ജാമിയ അലിഗഡ് സ്ഥാപിച്ച ഫി ആമി അൽഫിംബ സലാസിമിയ, ഹിജറ 1300 ഇൽത്തഖ, അദ്ദേഹം കണ്ടുമുട്ടി ആരെ? ബി സയ്യിദ് അഹമ്മദ് ഖാൻ, സർ സയ്യിദ് അഹമ്മദ് ഖാനെ, മോസിസ് ജാമിയ അലിഗഡ്. അങ്ങനെ കണ്ടുമുട്ടിയ അന്നാണ് അദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. നിങ്ങൾ പോരി, അലിഗഡിക്ക് പോരി എന്ന് പറഞ്ഞിട്ട് അവിടെ ഉസ്താദായിട്ട് അറബി ഭാഷയും പേർഷ്യൻ ഭാഷയും ഒക്കെ പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചു. വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും ആവർത്തിച്ചപ്പോ വബാദ് തറദ്ദുദി, അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രാവശ്യം വേണ്ടെന്ന് പറഞ്ഞതിന് ശേഷം വാഫക്ക, അദ്ദേഹം അവസാനം സമ്മതിച്ചു. അങ്ങനെയാണ് അദ്ദേഹം അക്കാഡമിക് രംഗത്തേക്ക് കടക്കണത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, പിന്നെ അടുത്ത ചോദ്യം, ദാഇറത്തുൽ മആരിഫ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ദാഇറത്തുൽ മആരിഫ് ഹൈദരാബാദിലാണ്, തെലങ്കാന സംസ്ഥാനത്തിലെ ഹൈദരാബാദിലാണ് ദാഇറത്തുൽ മആരിഫ് സ്ഥിതി ചെയ്യുന്നത്. പേജ് നമ്പർ 80, PDF-ന്റെ പേജ് നമ്പർ 80. അതിൽ നിന്നൊരു 8 കുറച്ചാൽ 72ആണ്. അപ്പൊ എന്തുണ്ടാവുക? ബുക്കിലുള്ള നമ്പർ കാണാം, 72-ാമത്തെ പേജിൽ ദാഇറത്തുൽ മആരിഫ് ഉസ്മാനിയ. ഒരുപാട് പറയാനുണ്ട് ഇതിനെക്കുറിച്ച്, ഓരോന്നിനെ കുറിച്ചും ഒരുപാട് പറയാനുണ്ട്. അപ്പൊ അതേതായാലും സ്ഥാപിക്കപ്പെട്ട വർഷം എന്നാണ്? 1308 ജുമാദുൽ ഉഖറ 14-ലാണ് ഇതിന്റെ ഈ ജംഇയ്യ സ്ഥാപിക്കപ്പെട്ടത്. അത് ക്രിസ്തുവർഷം 1891 ജനുവരി 24-ന് സമാനമായ ഡേറ്റ് ആണ്. ദൗലത്തുൽ ആസുഫിയ്യയുടെ തണലിലാണ് എന്ത് ചെയ്തത്? ഇത് രൂപപ്പെട്ടത്. നിലാം മീർ ഉസ്മാൻ അലി ഖാൻ നൈസാം, അതാണ് അറബിയിൽ നിലാം എഴുതുന്നത്. നിലാം മീർ ഉസ്മാൻ അലി ഖാൻ എന്നവരുടെ സമയത്ത്, അദ്ദേഹത്തിന്റെ ഭരണകാലത്തിലുള്ള ഭരണകൂടത്തിന്റെ തണലിലാണ് എന്ത് ചെയ്തത് എന്നാണ്. അദ്ദേഹത്തിന്റെ നിന്നുള്ള ആശീർവാദവും സപ്പോർട്ടും കൊണ്ടാണ് ഈ ദാഇറത്തുൽ മആരിഫുൽ ഉസ്മാനി സ്ഥാപിക്കപ്പെട്ടത്. കാരണം ഫണ്ടിങ് ഒക്കെ നടത്തുന്നത് ഭരണകൂടത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ വളരെ ശ്രദ്ധേയമായ രീതി, വളരെ പ്രൗഢമായിട്ട് തന്നെ അതിന്റെ ബിൽഡിങ്ങുകളൊക്കെ അന്ന് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇന്നത്തെ സാങ്കേതിക വിദ്യയും ഒരു യൂണിവേഴ്സിറ്റി ലെവലിലൊക്കെ ഇന്ന് നമ്മളിപ്പോ പുതിയൊരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ അത്രയും പ്രൗഢമായിട്ടാണല്ലോ ഉണ്ടാക്കുക. അപ്പൊ അതിനോടൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിൽ അത്രയും ഉഷാറായിട്ട് അന്ന് ഉണ്ടാക്കിയതിന് കാരണം അന്നത്തെ ഭരണകൂടത്തിന്റെ സപ്പോർട്ടും പിൻബലവും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരുപാട് കയ്യെഴുത്ത് പ്രതികൾ ഇറക്കി ഖ്യാതി നേടിയ ദായിറത്താണ്, പ്രസ്സാണ് ദായിറത്തുൽ മആരിഫുൽ ഉസ്മാനിയയുടേത്. ഓക്കെ, ഇനി ഐന ഉലിദ ഷെയ്ഖ് സൈനുദ്ദീൻ ഇബ്നു അലി ഇബ്നു അഹ്മദ് അൽ മഖ്ദൂം അൽ കബീർ, എവിടെയാണ് ജനിച്ചത്? പൊന്നാനി, ഫി ബൽദത്തി ഫുന്നാനി,
ولد الشيخ زين الدين بن علي بن أحمد المخدوم الكبير رحمه الله في بلدة الفناني بولاية കേരള. ونشأ في أسرة عرفت بالعلم والفضل والصلاح. ഇൽമു ഫضൽ സലാഹിന് അറിയപ്പെട്ട കുടുംബത്തിലാണ് അദ്ദേഹം വളർന്നത്. അപ്പോ ഇത്രയും പറഞ്ഞത് സിംഗിൾ വേർഡ് ഒറ്റ ജുംലയിലോ ഒന്നോ രണ്ടോ ജുംലയിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങളാണ്. ഇനി ഒരു അര പേജെങ്കിലും എഴുതി ഉത്തരങ്ങൾ എഴുതാനുള്ള ചോദ്യങ്ങളാണ്. നാക്കിഷ് ഇസ്ഹാമാത്ത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ആ ചോദ്യങ്ങൾ ആദ്യം വായിക്കാൻ മുഴുവനായിട്ടും. സെക്ഷൻ ബി, നാക്കിഷ് അൻ ഇസ്ഹാമാത്തി ഫളുൽ ഹക്കൽ ഖൈറാബാദി ഫി നസിരിൽ അറബി. അറബിയൻ ഗദ്യത്തിൽ ഫളുൽ ഹക്കൽ ഖൈറാബാദി അവരുടെ സംഭാവനകൾ ഒന്ന് ചർച്ച ചെയ്യാം. ബൈന അൽ ഹയാത്തൽ അദബിയ അലി സിദ്ദീഖ് ഹസൻ ഖനൂജി അവരുടെ സാഹിത്യ ജീവിതം ഒന്ന് വിശദീകരിക്കാം. മാതാ താരിഫൻ തുഹ്ഫത്തുൽ മുജാഹിദീനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാം. മാ മീസത്തു ഫതുഹുൽ മുഈൻ ഫി താരീഖിൽ ഹിന്ദ്. ഫതുഹുൽ മുഈനിന്റെ പ്രാധാന്യം എന്താണ് ഇന്ത്യൻ ചരിത്രത്തിൽ. ബൈന ഖിദ്മാത്ത് ദാരുൽ ഉലൂം ദയൂബന്ദ് ലിൽ അദബിൽ അറബി. ദാറുൽ ഉലൂം ദയൂബന്ദ് അറബിക് സാഹിത്യത്തിന് നൽകിയ സേവനങ്ങൾ വിശദീകരിക്കാം. ലിമ സുമിയത്ത് ജാമിയത്ത് ബാഖിയാത്തു സ്വാലിഹാത്ത് ബി ഉമ്മുൽ മദാരിസ്. ബാഖിയാത്തു സ്വാലിഹാത്തിന് എന്തിനാണ് ഉമ്മുൽ മദാരിസ്, മദ്രസകളുടെ പഠന കേന്ദ്രങ്ങളുടെ മാതാവ് എന്നുള്ള സ്ഥാനപ്പേര്, ആ പേര് കിട്ടിയത് എങ്ങനെ. നാക്കിഷ് ഇസ്ഹാമാത്തിൽ ഖാദി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് കാലിക്കുത്തി. ഖാദി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് കാലിക്കുത്തി മഹാനവറുകളുടെ സംഭാവനകൾ ചർച്ച ചെയ്യാം. മഹിയ ഖസായിദു മുഹമ്മദുൽ ഫലിക് അൽ ജമാലി. മുഹമ്മദുൽ ഫലിക് അൽ ജമാലി അവരുടെ ഖസീദകൾ ഏതൊക്കെയാണ്. ബൈൻ മുസാഹമത്ത എൻ കെ അഹമ്മദുൽ മൗലവി ലിൽ അദബിൽ അറബി. അറബി സാഹിത്യത്തിന് എൻ കെ അഹമ്മദ് മൗലവി അവർ നൽകിയ സംഭാവന വിശദീകരിക്കാം. മാഹുവ മദ്മൂനു ഖസീദത്ത് തിറിയാഖുലിദാഇൽ ഫുആദ്. തിറിയാഖുലിദാഇൽ ഫുആദ് എന്ന കവിതയുടെ ഉള്ളടക്കം എന്താണ് അതിന്റെ ആശയം. ഇനി അത് ഓരോന്നൊന്ന് കുറഞ്ഞ രീതിയിലൊന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്തു പോവാം. അപ്പോ ഫളുൽ ഹക്കൽ ഖൈറാബാദി അവരുടേത് അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ രചനയുടെ നസറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ വളരെ ശക്തമായിട്ടുള്ള ഇബാറത്തുകളായിരിക്കാം. വുളൂഹ് വളരെ ക്ലിയർ ആയിരിക്കാം. ശക്തമായ ഇത് കുവ്വത്ത് എന്ന് പറഞ്ഞാല് കടുകട്ടി ഭാഷ എന്നുള്ളതല്ല. അത്രയും ദൃഢമായ ഒരു വാക്ക് വെറുതെ കത്തി ആക്കി എഴുതാന്നുള്ള ആ സ്വഭാവമല്ല. ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഉദ്ദേശം അതിന് പിന്നീട് ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പൊ ദിഖത്തിൽ എൽമിയ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു എന്താ പറയാ രീതിയായിരുന്നു. അദ്ദേഹം എന്താ പറയാ അദ്ദേഹത്തിന്റെ അറിവ് വളരെ സൂക്ഷ്മതയുള്ളതായിരുന്നു, സൂക്ഷ്മമായതായിരുന്നു. ഉമുൽ ഇസ്തിദ്ലാല് തെളിവുകളൊക്കെ വളരെ എന്താ പറയാ ആഴ്ന്നിറങ്ങിയ അല്ലെങ്കിൽ ഇത്രയും ഗാഢമായിട്ടുള്ള കണ്ടെത്തലുകളായിരിക്കും അദ്ദേഹത്തിന്റെ രചനകളിലൊക്കെ ഉണ്ടാവുക. ഒറ്റവാക്കിൽ ചിലപ്പോൾ മനസ്സിലാവില്ല, ഒന്ന് ചൂഴ്ന്നിറങ്ങിയിട്ട് പരിശോധിച്ചാലേ അർത്ഥം നോക്കിയാലൊക്കെ മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും ചെയ്യും. അതാണ് നമ്മൾ വുളൂഹ് എന്നുകൂടി പറഞ്ഞത്. ആ ഒരു ലെവലിലുള്ള ആളുകൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. കതബ ബിൽ അറബിയത്തി ഫി മൗദൂഅത്തിൻ മുതനബ്ബിയത്തിൻ. അറബി ഭാഷയിലാണ് അദ്ദേഹം പല വിഷയങ്ങളിലും എഴുതിയിട്ടുള്ളത്. ഫൽസഫയിലും മന്തിഖിലും തൊബിയത്തിലും താരീഖിലും തസവ്വുഫിലും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ രചനകൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എണ്ണി പറഞ്ഞ 4 ഒന്ന് ഹാഷിയത്തു ഷറഹി സുല്ലമുൽ ഉലൂം. എന്താ പറയാ സുല്ലമുൽ ഉലൂം എന്ന് പറഞ്ഞ മന്തിഖിലുള്ള ഗ്രന്ഥത്തിന്റെ ഹാഷിയ. അദ്ദേഹത്തിന്റെ മന്തിഖിലുള്ള പ്രസിദ്ധമായിട്ടുള്ള രചനയാണത്. ഹാഷിയത്തു ഷറഹി സുല്ലമുൽ ഉലൂം വഹുവ മിൻ അഹമ്മു മുഅല്ലഫാത്തി ഫിൽ മന്തിഖ്. അത് അന്വേഷകരുടെ എന്താ പറയാ ഒരു റഫറൻസ് ഗ്രന്ഥമായി മാറി പിന്നീട്. പിന്നെ കിതാബ് റൗദുൽ മുജവ്വദ് ഫി തഹ്ഖീഖ് വഹ്ദത്തുൽ വുജൂദ്. അത് ഒരു ഫിലോസഫി വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന, തസവുഫും ഫിലോസഫിയും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണത്. അർ-റൗദുൽ മുജവ്വദ് ഫി തഹ്ഖീഖ് വഹ്ദത്തുൽ വുജൂദ്. കിതാബ് അൽ ഹദിയ്യത്തു അസ്-സഈദിയ്യ.
ഹദിയത്ത് ഇത് പേജ് നമ്പർ ഇത് പറഞ്ഞിട്ടില്ല അല്ലെ. നമ്മള് നേരത്തെ സൈനുദ്ദീൻ മഖ്ദൂം ജനിച്ച ആ ചോദ്യത്തിന്റെ പേജ് നമ്പർ PDF നോക്കുകയാണെങ്കിൽ 102-ാമത്തെ പേജ്, അഥവാ 94-ാമത്തെ പേജിലാണ് സൈനുദ്ദീൻ മഖ്ദൂം അവരുടെ കുറിച്ച് പറഞ്ഞത്. ഷെയ്ഖ് സൈനുദ്ദീൻ ഇബ്നു അലി മഖ്ദൂം അൽ കബീർ. ഇനി ഈ ചോദ്യം നമ്മളെ ഫദുൽ ഹഖൽ ഖൈറാബാദി അവരുടെ കുറിച്ചുള്ളത്. ഈ ചോദ്യത്തിന് ഉത്തരം പേജ് നമ്പർ PDF-ന്റെ നമ്പർ നോക്കുകയാണെങ്കിൽ 27-ാം പേജിലാണുള്ളത്, പേജ് നമ്പർ 27. കിതാബിന്റെ അടിയിലുള്ള പേജ് നമ്പർ നോക്കുകയാണെങ്കിൽ 19. ആ 19-ാമത്തെ പേജിൽ ഈ ഒരു ചോദ്യം ഹെഡിങ് ആയിട്ടുണ്ട്, ഇസ്ഹാമാതുഹു ഫി നഥിരിൽ അറബി. അതിൽ ഹാഷിയത്ത് ശറഹി സുല്ലം സുലൂം അമാലുഹു ബിൽ മന്തിക്കിലുള്ളതാണ്. പിന്നെ അർ-റൗദുൽ മുജവ്വദ് ഫി തഹ്ഖീഖി വഹ്ദത്തുൽ വുജൂദ് തസവ്വുഫിലും ഫൽസഫയിലും ഉള്ളതാണ്. പിന്നെ അൽ ഹദിയത്തു സഈദിയ, അത് ത്വബിയത്തിൽ ഇൽമു ത്വബിയ നാച്ചുറൽ സയൻസിലും ഉള്ളതാണ്. അത് എന്താ പറയാ അജ്റാമി സമാബിയ വൽ അർളിയ, അതിലെന്തുണ്ട് ഭൂമി ലോകത്തും അതേപോലെ ഭൂമിക്ക് മുകളിലുള്ള ഭൂമോപരിതരി ആകാശത്തിലൊക്കെ ഉള്ള പല വസ്തുക്കളുണ്ടല്ലോ, കാണാത്തതൊക്കെ ആയിട്ട്, അത്തരം തടികളെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. പിന്നെ അസൗറത്തുൽ ഹിന്ദിയ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമുണ്ട്. അത് 1857-ലെ കലാപത്തിനെ കുറിച്ചുള്ള ഒരു ഗ്രന്ഥമാണ്. പിന്നെ അതിന് പുറമെ ഒരുപാട് ഷറഹുകളും ആശയങ്ങളും ഒക്കെ ആയിട്ടുള്ളതുണ്ട്. അതൊക്കെയാണ് മന്തിക്കിലും ഫൽസഫക്കലായിട്ട് അൽ ജിൻസുൽ ഗാലി ഫി ഷർഹി ജൗഹറുൽ ആലി, റിസാല ഫി തശ്കീഖി വൽ മാഹിയ, റിസാല ഫി തഹ്ഖീഖിൽ അജ്സാം. ഇതൊക്കെ അദ്ദേഹത്തിന്റെ രചനകളാണ്. പിന്നെ അടുത്തൊരു ചോദ്യം ഉണ്ടായിരുന്നത് സിദ്ദീഖ് ഹസൻ അൽ ഖനൂജി അവരുടെ സാഹിത്യ ജീവിതം ഒന്ന് വിശദീകരിക്കാനാണ്. സിദ്ദീഖ് ഹസൻ അൽ ഖനൂജി അവർ 1307 ഹിജറ വർഷം ജനിച്ചു. 1248 ജനിച്ചു, 1307 വഫാത്തായി. അദബ്, ലുഗത്ത്, ബലാഗ, തഫ്സീർ, ഹദീസ്, ഫിഖ്, താരീഖ് എന്നിവയിലൊക്കെ പ്രസിദ്ധരാണ്. വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അറബി ഭാഷയിലാണ് അദ്ദേഹത്തിന്റെ ഭൂരിഭാഗം രചനകളും. പിന്നെ അദ്ദേഹം ജമാ ഫി കിതാബാത്തിഹി, അദ്ദേഹത്തിന്റെ രചനകളിൽ അദ്ദേഹം ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് ബൈനൽ അസ്വാലത്തിൽ അറബിയ, അറബി തനിമയും വറൂഹ് തജ്ദീദി, പുതുമയുടെ ആത്മാവും. അപ്പം പഴമയും അതേപോലെ ആധുനിക പുതിയതിനെയും രണ്ടിനെയും സമ്മിശ്രമായിട്ട് ഒരുമിച്ച് കൂട്ടിയ ശൈലിയാണ് അദ്ദേഹത്തിൻ്റെത്. ഇതിന്റെ ഒരു ഉത്തരം നമുക്ക് പേജ് നമ്പർ പറയുകയാണെങ്കിൽ 54 ടെക്സ്റ്റ് ബുക്കിലുള്ള 54-ാമത്തെ പേജ് നോക്കിയാൽ ഇതിന്റെ ഒരു ഉത്തരം കാണാം. സോറി, 54 33. സിദ്ദീഖ് ഹസൻ അൽ ഖനൂജി അവരെ കുറിച്ച് 33 പേജ് നമ്പർ 33 പറയുന്നുണ്ട്, പറഞ്ഞു തുടങ്ങുന്നുണ്ട്. അതിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ രചനകളും മറ്റുമൊക്കെ പറഞ്ഞത് അതിന് ശേഷമുള്ള പേജിലാണ്. അതിന് ശേഷമുള്ള പേജിൽ തുടങ്ങി 3-ാമത്തെ പേജിലാണ് കൂടുതൽ അദ്ദേഹത്തിന്റെ ഒരുപാട് ഗ്രന്ഥങ്ങളുടെ പേരുകൾ തന്നെ എടുത്തു പറഞ്ഞിട്ട് പറയുന്നുണ്ട്. 2-ാമത്തെ പേജിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ജീവിത കഥകളാണ്. അദ്ദേഹം ജനിച്ചു വീണ ബാൻസ്ബറേലി നാട്ടിൽ നിന്നും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, യത്തീമായിട്ടാണ് വളർന്നത്. അദ്ദേഹത്തിന്റെ 6-ാമത്തെ വയസ്സിൽ ഉപ്പ മരിച്ച് യത്തീമായി വളർന്നു. പിന്നെ ഉമ്മയാണ് പരിചരിച്ചതൊക്കെ. പിന്നെ കനൂജിലേക്ക് പോയതിനു ശേഷമാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടിയത്, കനൂജി എന്നുള്ള പേര് കിട്ടിയത്. ശരിക്കും അദ്ദേഹം ജനിക്കുന്നത് ബാൻസ്ബറേലി എന്ന് പറഞ്ഞ നാട്ടിലാണ്. സിദ്ദീഖ് ഹസൻ അൽ ഖനൂജി അവർ കനൂജിലായിരുന്നു. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ഭോപ്പാലിലേക്ക് പോയി. അതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയാം. ഭോപ്പാലിൽ അദ്ദേഹം പോയി. അവിടെയുള്ള ഭരണാധികാരി മന്ത്രി അദ്ദേഹത്തിനെ വെൽക്കം ചെയ്യുകയും പിന്നീട് അവിടുത്തെ ഭരണകൂടവുമായി വലിയ ബന്ധത്തിലാവുകയും ഇടയ്ക്ക് അതൊന്ന് തെറ്റുകയും പിന്നീട് വീണ്ടും ശരിയാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞു. ഭോപ്പാൽ രാജ്യവുമായിട്ട് അദ്ദേഹം അടുക്കുകയും കല്യാണം കഴിക്കുകയും ഒക്കെ ചെയ്തു. അദ്ദേഹത്തിന് നവാബ് എന്നുള്ള സ്ഥാനപ്പേര് കിട്ടി.
പിണങ്ങാനുള്ള കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞെന്നും അതേപോലെ ഹിജാബ് നിർബന്ധമാക്കി അങ്ങനെയുള്ള വാദങ്ങളൊക്കെ വന്നപ്പോ അദ്ദേഹത്തിന് നവാബ് സ്ഥാനപ്പേരൊക്കെ കിട്ടി. അതിനുശേഷം ജനങ്ങളെ അദ്ദേഹത്തിനെതിരെ തിരിച്ചു. ബ്രിട്ടീഷ് ഭരണകൂടം അദ്ദേഹത്തിനെതിരെ ജനങ്ങളെ തിരിച്ചു. പല വാദങ്ങളും പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെന്നും രാജ്ഞിയോട് നിർബന്ധിതമായിട്ടും ഹിജാബ് പാലിക്കാൻ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നിർബന്ധിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹത്തിനെതിരെ ജനങ്ങൾ രംഗത്ത്, അദ്ദേഹത്തിനെ ജനങ്ങൾ ഒറ്റപ്പെടുത്തി. ഒരു രാഷ്ട്രീയ ഒറ്റപ്പെടുത്തൽ അദ്ദേഹം നേരിട്ടു. എങ്കിലും രാജ്ഞി അദ്ദേഹത്തോട് വളരെ ആത്മാർത്ഥതയോട് കൂടെ തന്നെ ജീവിതകാലം വരെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ സാഹിത്യ രചന നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത പോയിന്റ് ആണ് കിതാബുൽ മൗസൂഇ അബ്ജദുൽ ഉലൂം. അബ്ജദുൽ ഉലൂം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഗ്രന്ഥം. അത് ഒരു എൻസൈക്ലോപീഡിക് ഗ്രന്ഥമാണ്. പല ഏകദേശം 100-ലധികം ഫന്നുകളും ഒക്കെ ഉൾക്കൊള്ളിക്കുക. അത് 2 കിസ്മാക്കിയിട്ടാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. അൽ വശീഉൽ മർഖൂം, അതേപോലെ അസ്സഹാബുൽ മർഖൂം. ഈ 2 പേരുകളിൽ 2 കിസ്മാക്കിയിട്ടാണ് ഈ അബ്ജദുൽ ഉലൂം എന്ന് പറഞ്ഞ ഗ്രന്ഥം അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ അതിന് പുറമെ ഒരുപാട് വേറെയും കുറെ ഗ്രന്ഥം, ഫതുഹുൽ ബയാൻ ഫി മഖാസിദിൽ ഖുർആൻ, സമകാലിക തഫ്സീറുകളിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള തഫ്സീറാണ് ഫതുഹുൽ ബയാൻ. അർ-റളൂത്തുൻ നിദിയ ഫി ശറഹി ദുററുൽ ബഹിയ, നൈലുൽ മറാം മിൻ തഫ്സീരി ആയാത്തിൽ അഹ്കാം, വൽ ഇന്തിഖാദ് റജീ ഫി ശറഹിൽ. ഏതെങ്കിലും ഒരു 3-4 പഠിച്ചു വെക്കാം. മുഴുവൻ പഠിക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലത്. 4 പഠിച്ചാൽ മതി എന്നല്ല, മുഴുവൻ പഠിക്കാൻ കഴിഞ്ഞെങ്കിൽ അത്രയും നല്ലത്. ഏറ്റവും മിനിമം ഒരു 4 പഠിച്ചു വെക്കാം. പിന്നെ ഇതിൽ കൊടുക്കാത്ത കുറച്ച് പോയിന്റുകൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം ഭാഷയിൽ അൽ ബുലുഗത്തു ഫി ഉസൂലിൽ ലുഗ, ഭാഷയെക്കുറിച്ച്, ഭാഷാ സാഹിത്യത്തിലെ കുറിച്ചൊക്കെ എഴുതി അൽ ബുലുഗ എന്ന് പറഞ്ഞ രചന ഉണ്ട്. പിന്നെ ലഫുൽ ഖമാത്ത്, തക്ഹീലുൽ ഉയൂൻ, അറബി ഭാഷയിലും എഴുതിയിട്ടുണ്ട്, പേർഷ്യൻ ഭാഷയിലും എഴുതിയിട്ടുണ്ട്, ഹിന്ദിയിലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. തസവുഫിൽ അദ്ദേഹത്തിന് അൽ ഗുന്ന ബി ബിശാറത്തി അഹ്ലിൽ ജന്ന എന്ന് പറഞ്ഞ ഗ്രന്ഥമുണ്ട്. ഖളാഉൽ ഉറൂബ്, പിന്നെ നസബ്, വംശാവലിയെ വിശദീകരിക്കുന്നതിൽ ഒരു ഗ്രന്ഥമുണ്ട്, ഖളാഉൽ അറബ് ഫി മസ്അലത്തിൻ നസബ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അഹ്ലുബൈത്തിന്റെ ശ്രേഷ്ഠതകൾ വിശദീകരിക്കുന്ന ഇഹ്യാഉൽ മയ്യിത്ത് ബിദിക്രി മനാഖിബ് അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട്. അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്, പേരുകൾ പറഞ്ഞാൽ നീളും. അപ്പൊ ഓരോ ഫന്നിലുള്ള വ്യത്യസ്ത ഗ്രന്ഥങ്ങൾ എന്ത് ചെയ്യാം, അഹ്ലുബൈത്തിനെ കുറിച്ച് പറയുന്ന ഇന്ന ഗ്രന്ഥം, തസൗഫിലുള്ള ഇന്ന ഗ്രന്ഥം, തഫ്സീറിലുള്ള ഇന്ന ഗ്രന്ഥം, മൗസൂഅ എൻസൈക്ലോപീഡിക് ആയിട്ടുള്ള ഇന്ന ഗ്രന്ഥം, ഭാഷയിൽ സാഹിത്യത്തിലുള്ള ഇന്ന ഗ്രന്ഥം. അങ്ങനെ ഓരോ ഫന്നിലുമുള്ള 1-2 പഠിച്ചു വെച്ചാൽ അതായിരിക്കും ഒന്നുകൂടെ ബെസ്റ്റ്. പിന്നെ അടുത്ത ചോദ്യം, മാതാ താരിഫൻ തുഹ്ഫത്തുൽ മുജാഹിദീനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് അറിയാം? അപ്പൊ അതിന്റെ ഫുൾ പേര് തുഹ്ഫത്തുൽ മുജാഹിദീൻ ഫി ബഅദ് അഖ്ബാരിൽ പുർത്തുഗാലിൻ. പേജ് നമ്പർ 62, PDF-ന്റെ പേജ് നമ്പർ 62. അപ്പൊ അതിൽ നിന്ന് 8 കുറയ്ക്കാം, 54 ആയിരിക്കും. അപ്പൊ എന്തുണ്ടാവുക, ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ പേജ് ഉണ്ടാവുക 54-ാമത്തെ പേജ്, തുഹ്ഫത്തുൽ മുജാഹിദീൻ. സൈനുദ്ദീൻ മഖ്ദൂം അസാനി എന്നും അസ്സഗീർ എന്നും അറിയപ്പെട്ട അഹമ്മദ് സൈനുദ്ദീൻ അവർകളാണ്, റഹിമഹുള്ളയാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇത് രചന പൂർത്തിയാക്കിയത് 1583-ലാണ്. അദ്ദേഹം മഹാനവറുകൾ ഇത് സമർപ്പിച്ചത് ബീജാപ്പൂർ സുൽത്താനായ ആദിൽ ഷാ എന്നവർക്കാണ്. മലബാർ തീരത്ത് പോർച്ചുഗീസ് ഉപരോധത്തിന്റെ ചരിത്രമാണ് ഇതിലുള്ളത്. അതേപോലെ കുഞ്ഞാലി മരക്കാറും സാമൂതിരി രാജാവിനെ കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അവരുടെ ഒക്കെ പ്രതിരോധം, നേതൃത്വം ഒക്കെ ഇതിൽ ചർച്ചാ വിഷയമാണ്. കേരളക്കാരനായ ഒരാൾ കേരളത്തിനെ കുറിച്ച് ചരിത്രം എഴുതിയ ആദ്യത്തെ കേരള ചരിത്ര ഗ്രന്ഥമാണ് യുഅദ്ദു അവ്വൽ കിതാബിൻ താരീഖിൻ അൻ കേരള കതബഹു അഹദു അബ്നാഇഹ.
പിന്നെ കേരള മുസ്ലിങ്ങളുടെ പ്രത്യേകിച്ച് ഇന്ത്യയുടെ വടക്കൻ തെക്കൻ സൗത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ചരിത്രത്തെ കുറിച്ച് തന്നെ പരാമർശിക്കുന്ന പ്രസിദ്ധമായിട്ടുള്ള ഒരു റഫറൻസ് ഗ്രന്ഥമാണിത്. മുഖാവമത്തും ലിസ്തിമാലിൽ പുർത്തുഗാലി പോർച്ചുഗൽ കോളനിവൽക്കരണത്തിനെതിരെ പ്രതിരോധത്തിന്റെ ചരിത്രവും പറഞ്ഞു തരുന്ന ഒരു സോഴ്സ് ഗ്രന്ഥമാണിത്. പിന്നെ ഫത്തുഹുൽ മൊയ്ന്റെ പ്രാധാന്യം എന്താണ് ഇന്ത്യൻ ചരിത്രത്തിൽ? അപ്പൊ അത് പറയുകയാണെങ്കിൽ അതിന് ഫുൾ പേര് ഫത്തുഹുൽ മൊയ്ൻ ബി ഷർഹി ഖുറത്തുൽ ഐൻ ബി മുഹിബാത്തിദ്ദീൻ എന്നാണ്. അഹമ്മദ് സൈനുദ്ദീൻ ബിൻ അബ്ദുൽ അസീസ് അൽ മഅബരി അൽ മലബാരി അവർ തന്നെയാണ് എന്ത് ചെയ്തത് ഫത്തുഹുൽ മൊയ്ൻ. ഇതിന്റെ പേജ് നമ്പർ 60, ടെക്സ്റ്റ് ബുക്കിൽ 60-ാമത്തെ പേജ്, PDF-ലാണെങ്കിൽ 68-ാമത്തെ പേജിൽ നമുക്ക് കാണാം ഫത്തുഹുൽ മൊയ്ൻ എന്ന് പറഞ്ഞ ഹെഡിങ്. ഹിജറ വർഷം 987-ലാണ് മഹാനവറുകൾ വഫാത്തായത്. തൂഫിയൽ മുഅല്ലിഫ് സനത്ത 987 അൽ ഹിജ്രി. പ്രസ്താബ്ദം 1579. ഷാഫി മദ്ഹബിൽ രചിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഷാഫി ഫിഖഹിലുള്ളതാണ്. ഈ കിതാബിന്റെ മത്തിനാണ് ഖുറത്തുൽ ഐൻ ബി മുഹിമ്മാത്തിദ്ദീൻ എന്നുള്ളത്. ആ മത്തിനിന് ഖുറത്തുൽ ഐൻ ബി മുഹിമ്മാത്തിദ്ദീൻ എന്ന മൂലഗ്രന്ഥത്തിന് അവർ തന്നെ എഴുതിയ ഷറഹാണ് ഫത്തുഹുൽ മൊയ്ൻ ബി ഷർഹി ഖുറത്തുൽ ഐൻ. ഇംതാസ് ഭയങ്കര സുഹൂലത്താണ്, ദിഖത്തുണ്ട്. എന്താ പറയാ, സുഹൂലത്ത് എന്നൊക്കെ പറഞ്ഞാല് സാധാ ഒരു ലേഖനം വായിക്കുന്ന അത്ര സിമ്പിൾ ഒന്നും ആയിരിക്കില്ല. കൃത്യമായിട്ടുള്ള ഹുക്കുമുകൾ പ്രതിപാദിക്കുന്നുണ്ട്. ഇന്ത്യയിലും ഹിജാസിലും യമനിലും മിസറിലും ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ഒക്കെ ഇത് മത രംഗങ്ങളിൽ പഠിക്കപ്പെടുന്നുണ്ട്, ആശ്രയിക്കപ്പെടുന്നുണ്ട്. ജാമിയത്തുൽ അസ്ഹർ ഷെരീഫിൽ വരെ ഇത് പഠിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന് ഒരുപാട് ഷറഹുകളും ഹാഷിയകളും ഒക്കെ വെക്കപ്പെട്ടിട്ടുണ്ട്. അറേബ്യൻ പൈതൃകത്തിന് ഇന്ത്യൻ പണ്ഡിതന്മാർ നൽകിയ സംഭാവനയിൽ പ്രമുഖമാണ് എന്നാണ് ഇത്. പിന്നെ ദാറുൽ ഉലൂം ദയൂബന്ദ് അറബി ഭാഷക്ക്, അറബി സാഹിത്യത്തിന് നൽകിയ സേവനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒരു 2-3 വാക്കിൽ അതിനെ കുറിച്ച് പറയണല്ലോ. സ്ഥാപനത്തെ കുറിച്ച് പറയുമ്പോൾ ഹിജറ 1283 മുഹറം 15 സ്ഥാപിക്കപ്പെട്ടതാണ് ദാറുൽ ഉലൂം ദയൂബന്ദ്. അത് അതിനൊരു പശ്ചാത്തലം എന്ന് പറഞ്ഞാല് ഒന്നാം സ്വാതന്ത്ര്യലാള പരാജയപ്പെട്ടു ബ്രിട്ടീഷുകാർക്കെതിരെ. അപ്പോ അറബി ഭാഷ ഒക്കെ ആകെ എന്തായി കെടുകയാണ്, എന്താ പറയാ, മുസ്ലിങ്ങളുടെ അവസ്ഥ പറ്റെ പിന്നോക്കെ ബാക്ക്വേർഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഉയർത്തെഴുന്നേൽപ്പിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ഥാപനം നിർമ്മിക്കപ്പെടുന്നത്. മുഹമ്മദ് ഖാസിം നാനൂത്തവി, റഷീദ് അഹമ്മദ് ഗംഗോയി, ദുൽഫുഖാർ അലി, ഹാജ ആബിദ് ഹുസൈൻ ഇവരൊക്കെയാണ് ഇതിന്റെ സ്ഥാപകര്. അറബി ഭാഷ പ്രചരിപ്പിക്കാനും പണ്ഡിതന്മാരെയൊക്കെ തഹ്രീജ് ചെയ്യാനും ഇത് സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ സേവനം എന്താ? അറബി ഭാഷ അതേപോലെ പ്രചരിപ്പിക്കാം. അതേപോലെ ഇവിടെ നിന്ന് ഖിരീജായിട്ട് തഹ്രീജ് എന്താ പറയാ, ബിരുദമെടുത്ത് ഇറങ്ങുന്ന പണ്ഡിതന്മാർ ഇന്ത്യയുടെയും ലോകത്തിന്റെയും പല ഭാഗങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അറബി ഭാഷയ്ക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ അറബി ഭാഷയുടെ സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേക അറബി ഭാഷയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നെഹ്വും സർഫും ബലായും അദബുൽ അറബിയും ഒക്കെ പഠിപ്പിക്കപ്പെടുന്നു. പിന്നെ ദാറുൽ ഹദീസ് അതിനോട് കൂടെ തന്നെ അതിനും പ്രത്യേകം പ്രാധാന്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് മന്ത്ലി മാഗസിൻ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്, ദായി എന്നുള്ള പേരിൽ. അതിനു മുമ്പ് ദഅവത്തുൽ ഹഖ് എന്നായിരുന്നു അതിന്റെ പേര്. ദഅവത്തുൽ ഹഖ് എന്നുള്ളത് മാറിയിട്ടാണ് പിന്നീട് അദ്ദായി എന്ന മാസികയായിട്ട് പുനരവതരിപ്പിച്ചത്. പിന്നെ ഒരുപാട് രചനകളും ട്രാൻസ്ലേഷനുകളും ഒക്കെ അവിടുത്തെ പണ്ഡിതന്മാർ നിർവഹിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ അറബി ഭാഷ പ്രാക്ടീസ് കോഴ്സുകൾ അവിടെ നടത്തപ്പെടുന്നുണ്ട്. ദൗറ തദ്രീബിയ ഫിലോത്തിൽ അറബിയ, അറബി ഭാഷ പ്രാക്ടീസ് കോഴ്സുകൾ. അത് ഗവേഷണ രംഗത്തുള്ളവർക്കും അധ്യാപന രംഗത്തുള്ളവർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ആ ഒരു കോഴ്സുകൾ സംഘടിപ്പിക്കപ്പെടുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്.
പിന്നെ ഒരുപാട് അറബി ഭാഷ എന്താ പറയാ വാസ്യത്തിന് ഒരു ശബകത്തും വാസ്യത്തും മിനൽ മദാരിസ്, ഇതിന് കീഴിൽ ഒരുപാട് മദ്രസകൾ ഉള്ള ഒരു ശൃംഖല എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട് ദാറുൽ ഉലൂം ദൈവബന്ദ്. ഏകദേശം ഓരോ വർഷത്തോളം അല്ല ഇതുവരെ മൊത്തം നോക്കുകയാണെങ്കിൽ 1,00,000-ലധികം പണ്ഡിതന്മാരെ ഓരോ വർഷം എന്നല്ല ഇതുവരെ മൊത്തം പണ്ഡിതന്മാർ അവിടുന്ന് ബിരുദെടുത്ത് ഗ്രാജുവേഷൻ നേടി ഇറങ്ങിയ നോക്കുകയാണെങ്കിൽ 1,00,000-ലധികം ഉണ്ട്. അവരൊക്കെ ഇന്ത്യയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശ്, നേപ്പാള്, ആഫ്രിക്ക, യൂറോപ്പ്, അമേരിക്ക എല്ലായിടത്തും എല്ലാ പല നാടുകളിലും ദേശങ്ങളിലുള്ളവരുണ്ട്. പിന്നെ അടുത്തൊരു ചോദ്യമാണ് എന്തിനാണ് അപ്പൊ ഇതിന്റെ പേജ് നമ്പർ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 62-ലാണ് ദാറുൽ ഉലൂം ദൈവബന്ദിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത്. അതിനുശേഷം അതിന് വിശദമായിട്ടുണ്ട്. PDF-ന്റെ പേജ് നമ്പർ നോക്കുകയാണെങ്കിൽ 76. പിന്നെ 14-ാമത്തെ ഒരു ചോദ്യം, ബാഖിയാത്തു സ്വാലിഹാത്തിന് എന്തിനാണ് ഉമ്മുൽ മദാരിസ് എന്നുള്ള പേര് കൊടുത്തത്? അത് ഒറ്റ വാക്കിൽ അതിന് ഉത്തരം പറയാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ഇതിൽ 4-ാമത്തെ പോയിന്റ് കാണാം, ഇസ്തഹറത്ത് ബിൽ അഖബി ഉമ്മുൽ മദാരിസ്. ഇതിന് ഉമ്മുൽ മദാരിസ് എന്നുള്ള പേര് കിട്ടിയത് ബി സബബി ദൗരിഹർ റാഇദ്, അതിന്റെ നേതൃപരമായ പങ്ക് കാരണമായിട്ടാണ്. ഫി ഇഅദാദിൽ ഉലമാഇ അല്ലദീന അസ്ഹമു ഫി ഇൻശാഇ മിആത്തിൽ മദാരിസി വൽ മുഅസ്സസാത്തി തഅലീമിയ്യ ഫി ജനൂബി ആസിയ. തെക്കൻ ഏഷ്യയിൽ സൗത്ത് ഏഷ്യയിൽ അറബി ഒരുപാട് വിജ്ഞാന സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പഠന കേന്ദ്രങ്ങളും ഒക്കെ സ്ഥാപിച്ച ഒരുപാട് പണ്ഡിതന്മാരെ ഇവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, വാർത്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഉമ്മുൽ മദാരിസ് എന്ന് പറഞ്ഞാൽ പല സ്ഥാപനങ്ങളും സ്ഥാപിച്ച സ്ഥാപകന്മാർ ഇവിടുന്ന് പഠിച്ചിറങ്ങിയ ആളുകളായതുകൊണ്ടാണ് ഇതിന് ഉമ്മുൽ മദാരിസ് എന്നുള്ള പേര് വന്നത്. അതാണ് വൺ വേർഡ് ആയിട്ടുള്ള അതിന്റെ ഉത്തരം. പിന്നെ ഇതൊരു അരപ്പേജിന്റെ ചോദ്യമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് മാത്രം എഴുതി നിർത്താൻ പാടില്ല. ഇതിന് സ്ഥാപനത്തെ കുറിച്ച് ആദ്യം പറയണം. ഇത് സ്ഥാപിക്കപ്പെട്ടത് 1857-ലാണ് വെല്ലൂരിൽ, തമിഴ്നാടിലുള്ള വെല്ലൂരിൽ. അൽ-അല്ലാമ അബ്ദുൽ വഹാബ് എന്നവരാണ് ഇത് സ്ഥാപിച്ചത്. അദ്ദേഹം ആരുടെ ശിഷ്യനാണ്? ഷെയ്ഖ് മീർ അംജദ് ഇബ്രാഹിം ഷിന ഹസ്രത്ത് അവരുടെ ശിഷ്യനാണ്. പിന്നെ ബാഖവികൾ എന്നാണ്, ബാഖവിയുൻ എന്നാണ് ഇവിടുന്ന് പഠിച്ചിറങ്ങുന്നവരുടെ പേര്, ബാഖവി. ഓക്കെ, ഇവിടുന്ന് അക്കീദ തഫ്സീർ ഹദീസ് ഒക്കെ ഇവിടെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. പിന്നെ 15-ാമത്തെ ചോദ്യം, നാഖിഷ് ഇസാമത്തിൽ ഖാദി മുഹമ്മദ് ഇബ്നു അബ്ദുൽ അസീസ് അൽ കാലിക്കുത്തി അവരുടെ സംഭാവനകൾ എഴുതാനാണ് ചോദ്യം. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഇതിന് ഉത്തരം നമുക്ക് പേജ് നമ്പർ 115 കാണാം. പേജ് നമ്പർ 115. അത് PDF-ന്റെ പേജ് നമ്പർ ആണ്. കിതാബിൽ 107-ാമത്തെ പേജിൽ അറബി കവിയിൽ പ്രസിദ്ധരായ ആളാണ് വെളിയങ്കോടല്ല, കാലിക്കൂത്ത്, കോഴിക്കോടിലാണ് പട്ടണത്തിലാണ് അദ്ദേഹത്തിന്റെ കുടുംബം. ആ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അബ്ദുൽ അസീസ്, ഷെയ്ഖ് ഉസ്മാൻ അൽ ഖായിലി, ഷെയ്ഖ് അബ്ദുൽ അസീസ് ആൽ മഖ്ദൂം അൽ മഅബരി എന്നിവരുടെ അടുത്ത് നിന്നൊക്കെ അദ്ദേഹം പഠിച്ചു. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥം, നമ്മൾ ഒരു പ്രത്യേക യൂണിറ്റിന്റെ ഭാഗമായി പഠിച്ച ഗ്രന്ഥമാണ് ഖസീദത്തു അൽ ഫതുഹുൽ മുബീൻ ലിസാമിരി അല്ലദീ യുഹിബ്ബുൽ മുസ്ലിമീൻ. അത് മറന്നുപോകരുത്. ഖസീദത്തു അൽ ഫതുഹുൽ മുബീൻ ലിസാമിരി അല്ലദീ യുഹിബ്ബുൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളെ ഇഷ്ടപ്പെടുന്ന സാമിരിക്ക് വേണ്ടി, സാമിരിയുടെ എന്താ പറയാ വളരെ വ്യക്തമായ വിജയം എന്ന പേരിൽ അദ്ദേഹത്തിന് ഖസീദ ഉണ്ട്. അത് എന്തിനു വേണ്ടിയിട്ട് എഴുതിയതാ? ചാലിയം കോട്ട പോർച്ചുഗീസിന്റെ കയ്യിൽ നിന്നും സാമൂതിരിയുടെ പട്ടാളം എന്ത് ചെയ്തു, കീഴടക്കി മുസ്ലിങ്ങളുടെ സഹായത്തോടു കൂടെ. അപ്പോ അതിന് സാമൂതിരിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു സന്തോഷ പ്രകടനമായിട്ടാണ് അദ്ദേഹം ചെയ്തത് ഈ ഒരു രചന നിർവഹിച്ചത്. ഖസീദത്ത് ഫതുഹുൽ മുബീൻ, ഫതുഹുൽ മുഈൻ അല്ല, ഫതുഹുൽ മുബീൻ എന്ന് പറഞ്ഞിട്ടുള്ള കവിത. പിന്നെ അദ്ദേഹം കവിതകളായിട്ട് പല വിഷയങ്ങളും എഴുതിയിട്ടുണ്ട്. ഏതൊക്കെ? നിക്കാഹിന്റെ വിഷയങ്ങൾ, ഹിസാബിന്റെ വിഷയങ്ങൾ, തജ്വീദ്, ഫലക്ക്, ഖത്ത്, നഹ്വ്, ഫറായിദ്
വിഷയങ്ങളൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, കവിതകളായിട്ട്. കവിതകളാകുമ്പോഴുള്ള സുഖം കാണാതെ പഠിച്ചു വെച്ചാൽ മതി. എന്നാ പിന്നെ നമുക്ക് ആ വിഷയം എപ്പോഴെങ്കിലും ഓർത്തെടുക്കണം എന്നുണ്ടെങ്കിൽ കവിത അങ്ങനെ ചൊല്ലി വയ്ക്കാൻ മതിയല്ല. അപ്പൊ അതിനു വേണ്ടി ഈ വിഷയങ്ങളൊക്കെ കവിതാ രൂപേണ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, രചിച്ചിട്ടുണ്ട്, കവിതകളായിട്ട് രചിച്ചിട്ടുണ്ട്. ഒരുപാട് രചനകൾ അദ്ദേഹത്തിന്റെ ഉണ്ട്. ഞാൻ ഇതിലിപ്പോ ആകെ ഒന്ന് മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ. കിതാബില് അദ്ദേഹത്തിന് നമ്പർ ഇട്ടിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, അത് മനസ്സിലാക്കണം. അൽ ഫതുൽ മുബീൻ, ഇലാക്കം അയ്യുഹൽ ഇൻസാൻ, ഏതുവരെയാണ് മനുഷ്യ, എത്ര വരെ മനുഷ്യ എത്ര വരെ. പിന്നെ മഖാസിദുൽ നിക്കാഹ് ഉണ്ട്, അദ്ദുറത്തുൽ ഫസീഹ ഫിൽ വാദ്, പേജ് നമ്പർ 108. കിതാബുള്ളവരൊക്കെ ഒന്ന് അടിവരടണം ആ കിതാബുകളുടെ പേര്. അതുപോലെ മനസ്സിലാക്കാൻ സിമ്പിൾ ആയിട്ടുള്ള പേരുകളാണ്. ഇലാക്കം അയ്യുൽ ഇഖ്വാൻ, ഒരു ഉപദേശ കാവ്യാണത്. ഖസീദ വാദിയ, മൻദൂമത്തുൽ അജ്നാസ്, മൻദൂമത്തുൽ ഫി ഇൽമിൽ ഹിസാബ്. പിന്നെ അതിൽ ഖസീദത്തു ഇലാക്കം അയ്യുൽ ഇൻസാൻ എന്നുള്ള കവിതയിൽ നിന്നുള്ള 2 വരികൾ എടുത്തിട്ടുള്ള ചർച്ച ചെയ്യുന്നുണ്ട്. ഖസീദത്തുൽ ഫതുൽ മുബീൻ ഇസ്ലാമിൽ മുസ്ലിം, അതിൽ നിന്നും കുറച്ച് വരികൾ എടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുഹിദ്ദീൻ മാല, അറബി മലയാളത്തിൽ എഴുതപ്പെട്ട മുഹിദ്ദീൻ മാല അദ്ദേഹത്തിന്റെ രചനയാണ്. ഷെയ്ഖ് ഉസ്മാൻ ലബ്ബൽ ഖായിലി എന്ന അദ്ദേഹത്തിന്റെ ഉസ്താദിനെ കുറിച്ചുള്ള മറഫിയത്തിന് അനുശോചന കാവ്യുണ്ട്. മഖാസിദുൻ നിക്കാഹ്, അൽ ഫറായിദുൽ മുൽത്തഖത്ത് എന്ന് പറഞ്ഞിട്ടുള്ള അനന്തര സ്വത്തിനെ കുറിച്ച്, അനന്തര സ്വത്ത് എങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, കുടുംബക്കാർക്കിടയിൽ വിധിച്ചെടുക്കേണ്ടെന്നുള്ള വിഷയം, ഫറായിദ് വിഷയം, അത് കാവ്യരൂപത്തിൽ ഫിഖയിലെ പ്രയാസകരമായിട്ടുള്ള മസലകളാണ് ഫറായിദിൽ ഉണ്ടാവുക. അതുവരെ വളരെ ലളിതമായി കവിതയിലൂടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത 16ാമത്തെ ചോദ്യമാണ് മാഹിയ ഖസായിദ് മുഹമ്മദുൽ ഫലക്കി അൽ ജമാലി. മുഹമ്മദുൽ ഫലക്കി അൽ ജമാലി അവരുടെ ഖസീദകൾ ഏതൊക്കെയാന്നുള്ളത്. അത് പേജ് നമ്പർ 226, PDF പേജ് നമ്പർ 126 അതിനുത്തരം കാണാം. കിതാബിന്റെ പേജ് നമ്പർ 118. അതില് അദ്ദേഹത്തിന്റെ ഒരു 4 ഖസീദകൾ പറയുന്നുണ്ട്. ഒന്ന് റൗദത്തുൽ ഉലൂം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു കവിത. അത് റൗദത്തുൽ ഉലൂം എന്ന് പറഞ്ഞ കോളേജിനെ കുറിച്ച് അദ്ദേഹം ആശീർവദിച്ചുകൊണ്ട് 62 ബൈത്തിലായിട്ട് എഴുതിയിട്ടുള്ള കവിതയാണ് റൗദത്തുൽ ഉലൂമിനെ കുറിച്ച്, സ്ഥാപനത്തിനെ കുറിച്ച്. പിന്നെ സൗറത്ത് മലബാർ ഫി ദിക്റ സൗറത്ത് മലബാർ, മലബാർ ലഹളയെ കുറിച്ച് സ്മരിച്ച് എഴുതിയിട്ടുള്ള കവിതയാണത്. പിന്നെ റൈഹാനത്തുൽ ഫലക്കി, അദ്ദേഹത്തിന്റെ മരിച്ചുപോയ മകളെ കുറിച്ചിട്ടുള്ള ഒരു കവിതയാണത്. പിന്നെ ഖത്റാത്തു ദുമൂ, അത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടും മരണത്തെ ഓർത്തുകൊണ്ടും ഒക്കെ എഴുതിയിട്ടുള്ള ഒരു കവിതയാണത്. അപ്പൊ ഈ 4 കവിതകൾ മറക്കാതെ ഓർത്തു വെക്കുക, പ്രസിദ്ധമായിട്ടുള്ള കവിതകളാണ്. പിന്നെ 17ാമത്തെ ചോദ്യം, NK അഹമ്മദ് മൗലവി അറബി സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ്? ഒരുപാട് എന്താ പറയാ രചനകൾ അദ്ദേഹത്തിന് ഉണ്ട്. പേജ് നമ്പർ, ഇതിന്റെ ഉത്തരം പേജ് നമ്പർ 130, PDF പേജ് നമ്പർ 130 നമുക്ക് കാണാം ഇദ്ദേഹത്തിനെ കുറിച്ച്. അതിൽ ആ പേജ് നമ്പറിലാണ് പറയുന്നത്. അദ്ദേഹം അറബി ഭാഷ, അറബിക് ലാംഗ്വേജ് ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു പഠിപ്പിച്ചിരുന്നത്. എവിടെയൊക്കെ? പുളിക്കല് മദീനത്തുൽ ഉലൂമിലും പിന്നെ നദുവത്തുൽ ഉലമ ബി ആലപ്പുഴയിലെ നദുവത്തുൽ ഉലമയിലൊക്കെ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വൽ മദ്റസത്തു ശർഖിയ്യത്ത് സാനിവിയത്ത് ബി ചൊക്ലിയിലെ മദ്റസത്തു ശർഖിയയിലും ഓറിയന്റൽ മദ്രസ ആയിരിക്കും മദ്രസത്തു ശർഖിയ്യത്ത് സാനിവിയ. പിന്നെ മദ്രസ സാനിവിയത്തുൽ മുബാറക ബി തലശ്ശേരിയിലെ മദ്രസത്തു സാനിവിയത്തുൽ മുബാറക, അവിടെയും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് പ്രബോധന പ്രവർത്തനങ്ങളിൽ, സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. നദുവത്തുൽ മുജാഹിദീന്റെ സജീവ പ്രവർത്തകരിൽ ഒരാളാണ്. ജാമിയത്ത് അൻസാറുൽ ഇസ്ലാം, തലശ്ശേരി ജാമിയത്ത് അൻസാറുൽ ഇസ്ലാമിന് നേതൃപരമായിട്ടുള്ള പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. പല പള്ളികളിലും അദ്ദേഹം ഖുതുബകൾ നിർവഹിച്ചിട്ടുണ്ട്.
കാവ്യ മേഖലയിലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, വലിയൊരു മലക്ക അദ്ദേഹത്തിനുണ്ടായിരുന്നു. പല കവിതകളും രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള കവിത തെറിയാക്കുൽ ഇദായിൽ ഫുആദ് എന്നുള്ളത് നമുക്ക് പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത് കൂടിയാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്ത് മരണപ്പെട്ടപ്പോ ആ സുഹൃത്തിനെ സ്മരിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് വളരെ ദുഃഖത്തോടു കൂടെ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. എന്തിനുള്ളതാണ്? മാഹുവ മദ്മൂന് ഖസീദത്ത് തെറിയാക്കുൽ ഇദായിൽ ഫുആദ്. തെറിയാക്കുൽ ഇദായിൽ ഫുആദ് എന്ന കവിതയുടെ ഉള്ളടക്കം എന്താണെന്നുള്ള ചോദ്യം തന്നെ ഉണ്ട്, സെപ്പറേറ്റ് ചോദ്യം. അതിനുത്തരം 166 അഥവാ 158. ടെക്സ്റ്റ് ബുക്കിലെ നമ്പർ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 158 പേജിലാണ് അതിന് ഉത്തരം ഉണ്ടാവുക. 158 പേജ് ഖുലാസത്തുൽ ഖസീദന്റെ ഉള്ളടക്കം എന്താന്നുള്ളത്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഉറ്റ ചങ്ങാതിയായിരുന്ന ഡോക്ടർ മുഹിയുദ്ദീൻ ആലുവായിയെ കുറിച്ച് അദ്ദേഹം എഴുതിയ ഒരു അനുശോചന കാവ്യം ആണ് ഈ ഖസീദത്തുൽ തിറിയാക്കുൽ ഇദായിൽ ഫുആദ് എന്നുള്ളത്. റസാ അദബുർ റസാഇ വൽ വഫാ എന്നാണ് പറയാ. വഫാ എന്ന് പറഞ്ഞാല് എന്താ പറയാ, ആത്മബന്ധം, അവർ തമ്മിലുള്ള അത്രയും നിഷ്കളങ്കവും എന്താ പറയാ ഒരു ആത്മാർത്ഥതയുമായിട്ടുള്ള ബന്ധം, ഒരിക്കലും പരസ്പരം വഞ്ചനയോ ചതിയോ ഒന്നില്ലാത്ത ആ ഒരു സുഹൃബന്ധം ഉണ്ടല്ലോ, അതിനാണ് വഫാ എന്ന് പറയാം. അത്രയും അടുത്ത ബന്ധമായിരുന്നു അവർ തമ്മിൽ എന്നും. പിന്നെ അവർ മരിച്ചു കഴിഞ്ഞതിന് ശേഷം പാടുന്ന കവിതയാണ് റസായിന്റെയും. അപ്പൊ അദബുർ റസാഇ വൽ വഫാ എന്നുള്ള ഗണത്തിൽപ്പെടുന്ന ഒരു കവിതയാണ്. ഇതിൽ അദ്ദേഹത്തിന്റെ രൂപം സ്വപ്നത്തിൽ വന്നിട്ട് പല ഓർമ്മകളും ഇങ്ങനെ പലതായിട്ടും അവരിങ്ങനെ തോന്നുകയാണ്. എന്നിട്ട് അവസാനം ഇതിൽ പറയുന്നുണ്ട്, നിങ്ങളിൽ നിന്നൊരു സന്ദേശം, ഒരു ലെറ്റർ, ഒരു കത്തെങ്കിലും എനിക്കൊക്കെ ഇപ്പൊ കിട്ടുകയാണെങ്കിൽ അത് എന്റെ ഹൃദയത്തിന്റെ രോഗത്തിന്റെ ഒരു മരുന്നായേനെ. അപ്പോ ആ മരുന്ന് എന്നുള്ള അർത്ഥത്തിലാണ് തെറിയാക്കുൽ ഇദായിൽ ഫുആദ് എന്നിവിടെ കവിതയ്ക്ക് ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതില് ശേഷം കുറച്ച് ചോദ്യങ്ങൾ കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് നോക്കുക. കാരണം അത് നമുക്ക് ഇങ്ങനെ ചർച്ച ചെയ്യാം. അത് ഓരോരോ ബ്ലോക്കുകളൊക്കെ ആയിണ് എന്ത് ചെയ്തത്, ഇതില് എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയി വന്നത്. മുഅല്ലഫാത്തുൽ മുഹിമ്മ ഫിൽ അദബിൽ അറബിൽ ഹിന്ദി, ഇന്ത്യൻ അറബ് സാഹിത്യത്തിലെ പ്രസിദ്ധമായിട്ടുള്ള രചനകൾ. അത് വലിയൊരു വിഷയമാണ്. നമ്മളെ പാഠത്തിന്റെ ഹെഡ് ഓരോ എന്താ പറയാ, നമ്മളെ 50ാമത്തെ പേജ് 50ാമത്തെ പേജിൽ 3ാമത്തെ യൂണിറ്റ് എന്നാൽ മുഅല്ലഫാത്തുൽ മുഹിമ്മ ഫിൽ അദബിൽ അറബിൽ ഹിന്ദി എന്നുള്ളതാണ് 3ാമത്തെ യൂണിറ്റ്. ആ യൂണിറ്റ് മൊത്തം നമുക്ക് എഴുതാം, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് അതിൽ നിന്ന് പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിൽ ഒരുപാട് രചനകൾ പറയുന്നുണ്ടല്ലോ ഇന്ത്യൻ അറബി സാഹിത്യത്തിലുള്ള, അതൊക്കെ ഒന്ന് ചുരുങ്ങിയ രൂപത്തിൽ മനസ്സിലാക്കി വെക്കുക. ഫിൽ അൽ മഹായിദുൽ ഇൽമിയത്തുൽ മഷ്ഹൂറത്ത് ഫിൽ ഹിന്ദ്, ഇത് അതിന്റെ എന്താ പറയാ 19ാമത്തെ ചോദ്യത്തിന്റെ പേജ് നമ്പർ, ആ യൂണിറ്റിന്റെ പേജ് നമ്പർ 49ാമത്തെ പേജ്. പിന്നെ 20ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പേജ് നമ്പർ, ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ ആണ് പറയുന്നത്. അത് 67ാമത്തെ പേജിൽ നിന്ന് തുടങ്ങുന്നുണ്ട്. 67ാമത്തെ പേജിൽ 1ാമത്തെ യൂണിറ്റ്, ബ്ലോക്ക് 2 1ാമത്തെ യൂണിറ്റ് അൽ മഹാദുൽ ഇൽമിയത്ത് ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ വിജ്ഞാന സ്ഥാപനങ്ങൾ. അൽ ജുസുൽ അവൽ എന്നൊരു പാഠവും അൽ ജുസുൽ സാനി 2ാമത്തെ പാഠം. അങ്ങനെ 2 പാഠങ്ങളിലായി 6 സ്ഥാപനങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ദാറുൽ ഉലൂം ദെയ്യൂബന്ദ്, ദാറുൽ ഉലൂം നദ്വത്തുൽ ഉലമ ലക്നൗ, അതേപോലെ ബാഖിയാത്തു സ്വാലിഹാത്ത് തുടങ്ങിയിട്ടുള്ള ദായിറത്തുൽ മാരിഫിൽ ഉസ്മാനിയ എന്ന 6 സ്ഥാപനങ്ങൾ. ഈ 6 സ്ഥാപനങ്ങളെ കുറിച്ചും ഇന്ന് ലഘുവായിട്ട് വിശദീകരിക്കാം. അതിൽ ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇതില് നമ്മൾ പഠിക്കുന്നത് വളരെ ഉഷാറായിട്ട് പഠിക്കാം, എന്നാ പിന്നെ കൺഫ്യൂഷൻ ഇല്ലാതെ എഴുതാം. കാരണം ഇതില് ചിലപ്പോ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ ഏതാ എഴുതേണ്ടി എന്നുള്ള കൺഫ്യൂഷൻ ആയിപ്പോ. അപ്പം നമ്മൾ ഒരു പാഠം ശരിക്കും ഒരു പാഠം പഠിക്കുമ്പോൾ അത് കൃത്യമായിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. അൽ കുല്ലിയാത്തുൽ അറബിയത്ത് ഫിൽ കേരള, കേരളത്തിലുള്ള അറബിക് കോളേജുകൾ, അത് പേജ് നമ്പർ 131. മറാക്കിസു ദിറാസാത്തിൽ അറബിയത്ത് ഫി കേരള എന്ന് പറഞ്ഞിട്ട് യൂണിറ്റ് എന്നുണ്ട്. അതില് അൽ കുല്ലിയാത്തുൽ അറബിയ ഫി കേരള എന്ന് പ്രത്യേകം കോളേജുകളെ കുറിച്ച് പറയുന്നുണ്ട്, അവിടെ പഠിക്കുക. പിന്നെ തുറാസുൽ മുസ്ലിമീന ഫിൽ ഹിന്ദ് വ ഇനായത്തും ബിൽ അറബിയ, ഇത് നമ്മളെ ടെക്സ്റ്റ് ബ്ലോക്ക് 4ലെ 1ാമത്തെ യൂണിറ്റ് ആണ്.
അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ് എന്നുള്ള അബുൽ ഹസൻ അലി അൽ ഹസനിയാൻ നദവി സാഹിബിന്റെ രചനയിൽ നിന്നെടുത്ത പാഠഭാഗം. ആ പാഠഭാഗത്തിന്റെ ഷോർട്ട് എഴുതാനാണ് ചോദ്യം, അതിനെ ആസ്പദമാക്കി എഴുതുക. അപ്പം അതൊന്ന് വായിച്ചു നോക്കേണ്ടി വരും, അല്ലാത്തവർക്ക് അത് എഴുതാൻ കഴിയില്ല. ഒരുപാട് പണ്ഡിതന്മാരെ കുറിച്ചും ഗ്രന്ഥങ്ങളെ കുറിച്ചും തന്നെയാണ് അതിലും പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഒന്ന് പറയുന്നത്. ഈ നോട്ട് നമ്മൾ സ്ക്രീനിൽ ഷെയർ ചെയ്ത ആ നോട്ട് നിങ്ങൾക്ക് വീഡിയോ അയച്ചു തരും. പിന്നെ പേജ് നമ്പർ നോക്കിയിട്ട് വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ മനസ്സിലാക്കുക, എഴുതുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.